നമ്മളിപ്പോ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇസ് ഓൾ അബൌട്ട് എന്ത് ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, എന്ത് സബ്ജക്റ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ് അല്ലെ, വിച്ച് ഇസ് കോൾഡ് ആസ് FR. FR എന്ന് പറഞ്ഞ സബ്ജക്ട്. ഓക്കെ, ഓക്കെ. FR എന്ന് പറഞ്ഞ സബ്ജക്ട് ACCAയുടെ അപ്ലൈഡ് സ്കിൽ ലെവലിലുള്ള ഒരു സബ്ജക്റ്റ് ആണ്. കറക്റ്റ്. അപ്പൊ FRന്റെ ബേസ് എന്താണ്? FRന്റെ ബേസ് ആണ് വരുന്നത് നമ്മളുടെ FA. കറക്റ്റ്. സോ FA പഠിച്ചുകൊണ്ടിരിക്കുന്നോ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ ആൾക്കാർ ആണ് നെക്സ്റ്റ് സബ്ജക്ട് എടുക്കുന്നത് FR. കറക്റ്റ്, ശരിയല്ലേ? സോ FA, അതിൽ നിന്നും നമ്മൾ FRലേക്ക് പോകുന്നു. FR കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താ? അടുത്തതാണ് നമ്മളുടെ ഓക്കെ FR കഴിഞ്ഞാൽ പിന്നെ അത് നേരെ പോകുന്നത് നമ്മളുടെ SBRലേക്കാണ്. കറക്റ്റ്. അപ്പൊ ലെവൽ 1, ലെവൽ 2 ആൻഡ് ദെൻ ഫൈനലി ലെവൽ 3. ഇത് മൂന്നുമാണ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ACCയുടെ ഒരു എൻറ്റയർ ലെവൽ തീരത്തുള്ളൂ. ശരി. ഇപ്പോ FA, FR, SBR ഇത് മൂന്നും മാൻഡേറ്ററി ആയിട്ട് പഠിക്കേണ്ട സബ്ജക്ട്സ് ആണ്. ലൈക്ക് ACCA BCom കഴിഞ്ഞവർക്ക് FRല് FAയിൽ എക്സംഷൻസ് ഉണ്ട്, ചിലവർക്ക് FRല് എക്സംഷൻസ് ഉണ്ട്. യെസ്, എവറിത്തിങ് യെസ്. പക്ഷെ എങ്കിൽ പോലും ഇത് ഫൈനൽ ലെവലില് ദിസ് ഇസ് കോൾഡ് ആസ് വാട്ട്? ആൻ എസെൻഷ്യൽ പേപ്പർ. ഈ SBR ഒരു എസെൻഷ്യൽ പേപ്പർ ആണ്. സോ ഈ പെർട്ടിക്കുലർ പേപ്പർ പാസ് ആകാതെ, വിത്തൗട്ട് പാസിങ്, ഒരിക്കലും നിനക്ക് എന്താണ്? യു കനോട്ട് ബി കോൾഡ് ആസ് ആൻ ACCA ക്വാളിഫൈഡ്. പക്ഷെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അങ്ങനെയല്ല. FM കഴിഞ്ഞാൽ AFM വരും, റൈറ്റ്? പക്ഷെ AFM എന്താണ്? ഓപ്ഷണൽ അല്ല. പക്ഷെ AFM നീ എഴുതിയില്ല എന്നുണ്ടെങ്കിൽ APM എഴുതിയാൽ മതി, എന്നാലും നീ ACCA ക്വാളിഫൈഡ് ആയിട്ട് പറയും. മനസ്സിലാവും? അഡ്വാൻസ് ലെവലിലേക്ക് നമുക്ക് FM നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും, സ്കിൽ ലെവലിൽ പഠിക്കുന്നുണ്ടെങ്കിലും, AFM നമ്മൾ എന്താ? അഡ്വാൻസ്ഡ് ആണ്. പക്ഷെ അതൊരു ഓപ്ഷൻ അല്ല. അതുപോലെ ATX, ഈ ടാക്സ് സ്കില്ല് പഠിച്ചിട്ടുണ്ടാവും, അല്ല ഐ മീൻ പഠിക്കുന്നുണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞ് അഡ്വാൻസ്ഡിലേക്ക് വരുമ്പോൾ ഒരിക്കലും നമുക്ക് ATX അവിടെ നിർബന്ധം വരുന്നില്ല, ഓപ്ഷണൽ ആണ്, റൈറ്റ്? പക്ഷേ FR അല്ലെങ്കിൽ അക്കൗണ്ടിങ് മാത്രം അങ്ങനെയല്ല. എന്തുകൊണ്ടാണ്? കാരണം നമുക്ക് 3 ലെവലിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. FAയിൽ പഠിക്കുന്നുണ്ട്, FRല് പഠിക്കുന്നുണ്ട്, SBRല് പഠിക്കുന്നുണ്ട്. എനി ACCA സ്റ്റുഡന്റ് എത്ര എക്സംഷൻ ഉണ്ടെങ്കിലും, 9 പേപ്പർ എക്സംഷൻ ഉണ്ടെങ്കിലും, 8 പേപ്പർ എക്സംഷൻ ഉണ്ടെങ്കിലും, 7 പേപ്പർ എക്സംഷൻ ഉണ്ടെങ്കിലും, അവൻ മസ്റ്റ് ആയിട്ട് എഴുതേണ്ട ഒരു പേപ്പർ ഏതാണ്? ACCA, SBR ആൻഡ് SBL. കറക്റ്റ്. കാരണം എന്താ? കാരണം നമ്മുടെ പേരിൽ തന്നെ ഉണ്ട് ACCA. എന്താണ് ഫുൾ ഫോം? അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ്. മനസ്സിലാവുന്നുണ്ടോ? ACCA ആയിക്കഴിഞ്ഞാൽ വൺ ഓഫ് ദ ഫീൽഡ് ദാറ്റ് യു വിൽ വർക്ക് ഇസ് വാട്ട്? അക്കൗണ്ടിങ് ഫീൽഡ്. സോ ACCA പഠിക്കുന്ന ആൾക്കാര് ഒരു ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഫീൽഡ് ഏതാണ്? ഇസ് കോൾഡ് ആസ് അക്കൗണ്ടിങ് ഫീൽഡ്, അല്ലെ? അക്കൗണ്ടിങ്. കറക്റ്റ്. ഇത് വൈഡ് സ്പ്രെഡ് ആണ്. ദിസ് ഇസ് വൈഡ് സ്പ്രെഡ്. എന്ന് വെച്ചാൽ എന്താ വൈഡ് സ്പ്രെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഏതൊരു കൺട്രിയിൽ പോയാലും നീ ACCA എടുക്കുന്ന ഒട്ടുമിക്ക കൺട്രീസിലും നീ പോകുന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക?
പല കൺട്രീസിലും ഈ പെർട്ടിക്കുലർ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ സബ്ജക്ട് എപ്പോഴും അവർ യൂസ് ചെയ്യുന്നുണ്ടാവും, ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? സോ ഏറ്റവും ACCA തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേപ്പർ ആണ് SBR ആൻഡ് അതിന്റെ ഒപ്പം തന്നെ FR. ഓക്കെ, ഇതാണ് ഇതിന്റെ ക്രക്സ്. ഓക്കെ, ഇതിന്റെ ഇമ്പോർട്ടൻസ്, ACCA-യിലേക്ക് ഇതിന് വരുന്ന ഇമ്പോർട്ടൻസ്. ആദ്യം നമുക്ക് പഠിക്കേണ്ടത് FR എന്താണെന്ന് കുറിച്ചിട്ടാണ്. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് FR എന്താണെന്നാണ്. വാട്ട് ഈസ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, അതിന്റെ വാക്കിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. വാട്ട് ഈസ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഓക്കെ, അതിലുപരി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് പോകേണ്ടത് ACCA-യിലേക്ക് അത് എങ്ങനെയാണ് അവർ ആ പെർട്ടിക്കുലർ സിലബസ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത്. സെക്കൻഡ്, തേർഡ് തിങ് നമ്മൾ എന്താ പഠിക്കേണ്ടത്? എക്സാമിനേഷൻ എങ്ങനെയാണെന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? സോ ഇത് മൂന്നുമാണ് ഒരു സ്റ്റുഡൻറ് പെർസ്പെക്റ്റീവില് ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട 3 ഏരിയാസ്. FR, വാട്ട് ഇസ് FR? ഓക്കെ, വാട്ട് ഇസ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, വാട്ട് ഇസ് FR? സെക്കൻഡ്, ഹൗ ക്യാൻ യു സ്റ്റഡി FR എന്ന് വെച്ചാൽ എന്താ? ഹൗ ക്യാൻ യു സ്റ്റഡി FR എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ സിലബസിനെ കുറിച്ചാണ്. മൂന്ന് എന്താണ്? മാർക്കിംഗ് സ്കീം. ഹൗ ക്യാൻ യു പാസ് FR? ഹൗ ക്യാൻ യു പാസ് FR എന്ന് പറഞ്ഞാൽ എന്താ? മാർക്കിംഗ് ആൻഡ് പാസിംഗ് റേറ്റ്സ് ആൻഡ് എക്സാമിനേഷൻ. എങ്ങനെയാണ് FR-നെ എക്സാമിൻ ചെയ്യുന്നത്, FR എങ്ങനെയാണ് എക്സാമിൻ ചെയ്യുന്നത്, FR-നെ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്, ആൻഡ് FR-ൽ എത്ര പാസ് പെർസെൻറ്റേജസ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കലി ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത് മൂന്നുമാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. വി ആർ ഗോണ കോൺസെൻട്രേറ്റ് primarily on these 3 areas. What is financial reporting? എങ്ങനെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പഠിക്കാൻ പോകുന്നത്? എന്താണ് സിലബസ്? ഓക്കെ, എന്താണ് സിലബസ്? എന്താണ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ്? ഓക്കെ, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? എങ്ങനെയാണ് അതിന്റെ എക്സാമിനേഷന്റെ ചാപ്റ്റേഴ്സുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്? ഈ ചാപ്റ്റർ എക്സാമിനേഷന് കൂടുതൽ ചോദിക്കോ, മറ്റേ ചാപ്റ്റർ എക്സാമിനേഷന് കൂടുതൽ ചോദിക്കോ? ഏത് ചാപ്റ്ററാണ് എക്സാമിനേഷൻസിന് കൂടുതൽ ചോദിക്കാൻ പോകുന്നത്? അതാണ് നമ്മളുടെ സെക്കൻഡ്, ഹൗ ക്യാൻ യു സ്റ്റഡി. തേർഡ് എന്താണ് പറയുന്നത്? മാർക്കിംഗ് ആൻഡ് പാസിംഗ് റേറ്റ്സ്. റൈറ്റ്, എക്സാമിനേഷൻ പാറ്റേൺ എന്താണ്? ഏതൊക്കെ ചോദ്യമാണ് പാസ്റ്റ് എക്സാംസിലേക്ക് ചോദിച്ചിരിക്കുന്നത്? എത്ര നേരം നമ്മൾ പഠിക്കണം? എത്ര ക്വസ്റ്റ്യൻ പ്രാക്ടീസ് നമ്മൾ ചെയ്യണം? ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ? സോ ഒരു ACCA സ്റ്റുഡന്റ്, ഓക്കെ, ഒരു ACCA സ്റ്റുഡന്റ് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ACCA സ്റ്റുഡന്റ് ഒരു സബ്ജക്ട് എടുക്കുന്നതിന് മുമ്പ്, ഓക്കെ, ഒരു ACCA സ്റ്റുഡന്റ് ആണെന്നും, ക്രിസ്റ്റി ഒരു ACCA സ്റ്റുഡന്റ് ആണ്, ക്രിസ്റ്റി എടുക്കാൻ പോകുന്ന സബ്ജക്ട് FR ആണ്. അപ്പോൾ ഈ FR-നെ കുറിച്ച് ആദ്യം തന്നെ ഫുൾ ആയിട്ട് 100% യു ഷുഡ് നോ അബൌട്ട് ഫൈനാൻഷ്യൽ റിപ്പോർട്ട്. എന്താണ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്? ഓക്കെ, ക്രിസ്റ്റി FA പഠിച്ചുകൊണ്ടിരിക്കുന്നു, പഠിച്ചു കഴിയാറായി. അതേപോലെ തന്നെ ക്രിസ്റ്റി ബാക്കിയുള്ള സബ്ജക്ട്സും ഒരുമാതിരി നോളജ് ലെവലൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടോ? നോളജ് ലെവൽ കഴിഞ്ഞു, BTM ഒക്കെ കഴിഞ്ഞു, ഇനി FA കൂടി ഉള്ളൂ. ഓക്കെ, വണ്ടർഫുൾ. അപ്പൊ ഈ മാസം തന്നെ ടാർഗറ്റ് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം, പെൻഡിങ് വെക്കരുത്. ഓക്കെ, അപ്പൊ ക്രിസ്റ്റി ഇങ്ങനെ BTM MA ഒക്കെ നോക്കുന്ന സാഹചര്യത്തിൽ ക്രിസ്റ്റിക്ക് FA ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണെന്നുള്ള ഒരു ബേസ് കിട്ടിക്കാണും അല്ലെ, ഒരു നോളജ് കിട്ടും. അപ്പൊ എന്താണ് അക്കൗണ്ടിങ്, എന്താണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്? പറയാം, വാട്ട് ഈസ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്? കറക്റ്റ്, correct, correct, absolutely right, absolutely right. ഇപ്പോ നമ്മളൊരു കാര്യം ആലോചിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ക്രിസ്റ്റി ഒരു ആൻസർ എനിക്ക് പറഞ്ഞു, പക്ഷെ ആ ആൻസറിൽ നമുക്ക് ഒരിക്കലും ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. FA എന്താണ്? എക്സ്റ്റേണലി ആണ്, ഇങ്ങനെയാണ്, അങ്ങനെയാണ്. ഓക്കെ, ഇപ്പൊ നമ്മളുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും താൻ എന്താ പഠിക്കണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം ഉണ്ടാവണം, നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ നമ്മുടെ കൈവശം ഉണ്ടാവണം. വാട്ട് ആർ വി സ്റ്റഡി എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റണം. ആൻഡ് എന്ത് സബ്ജക്റ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്, ആ സബ്ജക്റ്റിന്റെ ഇൻഫർമേഷൻ എന്താണെന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും.
പറയാൻ പറ്റും. റൈറ്റ്? മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് ഈ പെർട്ടിക്കുലർ മാർക്ക് തന്നെ മിസ് ചെയ്യും. എന്തുകൊണ്ടാണ് അവർ മിസ് ചെയ്യുന്നത്? ബിക്കോസ് അവർ മിസ് ചെയ്യാനുള്ള ഒരു കാരണം അവർ കണ്ടന്റ്സിനോട് ഫോക്കസ് ചെയ്യും. പക്ഷെ അൾട്ടിമേറ്റ്ലി ആ കണ്ടന്റ്സിന്റെ ഫൈനൽ ഒബ്ജക്റ്റീവിനെ ആലോചിക്കത്തില്ല. രണ്ടും രണ്ടാണ്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഓക്കെ, ഇവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് നമുക്കൊരു യാത്ര പോകാം. ഇവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് നമുക്കൊരു യാത്ര പോകാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? കാറിലാണെങ്കിൽ നമുക്ക് ഇത്ര മണിക്കൂറിന് പോകാം, ട്രെയിനിലാണെങ്കിൽ ഇത്ര മണിക്കൂറിന് പോകാം. ആദ്യം അതാണോ നോക്കേണ്ടത്? അല്ല, എത്ര ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടുന്ന് ബാംഗ്ലൂർ, എന്നാണ് അതിന്റെ ഡേറ്റ്സ്, എങ്ങനെയാണ് അതിന് യാത്രയുടെ ഓപ്ഷൻസ് വരുന്നത്. സോ തേർഡ് ഇമ്പോർട്ടൻസ് ആണ് ദ ഓപ്ഷൻസ് ടു ട്രാവൽ. പക്ഷെ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഡിസ്റ്റൻസും ടൈമും നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഡേറ്റ്സും ഇതെല്ലാമാണ്. സോ ഒരു സബ്ജക്റ്റ് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ആ സബ്ജക്റ്റ് എന്താണെന്നും ആ സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും റിയൽ വേൾഡിൽ ആ സബ്ജക്റ്റ് എന്തുകൊണ്ടാണ് ഈ സബ്ജക്റ്റ് ACC ആയിട്ടുള്ള കുട്ടി ഞാൻ പഠിക്കണേ എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അത് അപ്പോഴേ ക്രിസ്റ്റി നാളെ ഒരു ജോലിക്ക് പോകുമ്പോൾ പറയാൻ പറ്റത്തുള്ളൂ. അതായത് ക്രിസ്റ്റി, അതായത് എന്താണ് താങ്കൾ പഠിക്കണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, ഞാൻ ഇതാണ് പഠിക്കുന്നത്, ഇന്ന കാര്യങ്ങളാണ് പഠിക്കുന്നത്, ഇതാണ് ഇതിന്റെ ഒബ്ജക്റ്റ്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഇവിടം വരെ എത്താം എന്നുള്ളത് പറയുന്നത്. മനസ്സിലായില്ലേ? സോ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, ഓക്കെ, ഞാൻ ആദ്യം അതിനെ കുറിച്ച് പറയാം. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ യു ടേക്ക് ദ നെയിം ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. ഓക്കെ, ഫൈനാൻസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ഫൈനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി സിമ്പിൾ അല്ലേ? സോറി, ഓക്കെ. ഇനി ഫൈനാൻസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ഫൈനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മണി, എനിത്തിങ് ദാറ്റ് ഇസ് റിലേറ്റഡ് ടു അവർ മണി. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞതിന്റെ വാക്ക് എന്താ? അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ വാക്ക് എന്താ? അക്കൗണ്ട് ചെയ്യണം. നമുക്ക് ഇംഗ്ലീഷിൽ അക്കൗണ്ടബിലിറ്റി എന്നൊരു വാക്കുണ്ട്. അക്കൗണ്ടബിലിറ്റി എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ ഇഫ് യു ആർ അക്കൗണ്ടബിൾ, ക്രിസ്റ്റിയുടെ വീട്ടുകാർ പറയും അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ഈ പെർട്ടിക്കുലർ സ്ഥാനത്ത് താൻ ഉത്തരവാദിയാണ്. കറക്റ്റ്? നമ്മുടെ മണി എങ്ങനെ നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് മാനേജ് ചെയ്യുന്നു ആൻഡ് മണീനെ എങ്ങനെ റെസ്പോൺസിബിൾ ആയിട്ട് നമ്മൾ കാണിക്കുന്നു, ദാറ്റ് ഇസ് കോൾഡ് ആസ് അക്കൗണ്ടിങ്. റൈറ്റ്? Right. So you are, if let's say a company is accountable for all the money they receive and the money they spend. Correct? ആരാണ് അക്കൗണ്ടബിൾ? അല്ല, കമ്പനിയുടെ ഒരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ ആരാണ് അക്കൗണ്ടബിൾ ഫോർ ദ മണി ദേ റിസീവ് ആൻഡ് മണി ദേ പേ? അക്കൗണ്ടന്റ് മാത്രമാണോ? കമ്പനിയുടെ മാനേജ്മെന്റ്. റൈറ്റ്? So how the money is spent, ഈ ചോദ്യത്തിന് ഉത്തരമാണ് ഈ വാക്കിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത്, അക്കൗണ്ടിങ്. നമുക്ക് കിട്ടുന്ന പൈസ അൾട്ടിമേറ്റ്ലി ഒരു ബിസിനസ് എന്തിനാണുള്ളത്? വരവും ചെലവും, റവന്യൂ, എക്സ്പെൻസസ്. ആ എക്സ്പെൻസസ് തന്നെ നമ്മൾ ലോങ് ടേം എക്സ്പെൻസസ് എടുക്കണമെന്ന് ചോദിക്കുക. ലോങ് ടേം എക്സ്പെൻസ് എന്ന് വെച്ചാൽ എന്താ? ഞാനൊരു AC മേടിച്ചു, കേട്ടില്ലേ? AC മേടിച്ചു. ഈ AC ഒരു വർഷം കൊണ്ട് തീരുവോ? ഇതിന് കത്തിക്കൽ തീരുവോ? ഇല്ലല്ലോ. അത് ചീത്തയാവോ? ഇല്ല. 2-3 വർഷം ഓടും. പക്ഷെ ഈ AC ഞാൻ മേടിക്കുമ്പോൾ ഇതെനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുമോ? ഇതെനിക്ക് പൈസ ഇങ്ങോട്ട് തരുമോ? ഇല്ല. ഈ AC ഞാൻ മേടിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ് ഈ AC മേടിക്കുന്നത്. പക്ഷെ ഈ AC ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്ത് പറ്റും? പിള്ളേര് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ഈ ക്ലാസ്സിൽ ഇതിനകത്തിരിക്കും. നല്ല കാറ്റും കൊണ്ട് AC കൊണ്ട് കംഫർട്ടബിൾ ആയിട്ട് അവരിക്കും. കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? They will be ready to join my classes. So that's why it is called as what? An asset. But ultimately every asset is the money we spend, correct? Right? So ഒരു അക്കൗണ്ടിങ്ങിന്റെ പർപ്പസ് എന്താണ്? ഒരു ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പർപ്പസ് എന്താണ്?
how you spend the money, how we spend the money, how we receive the money. ഇത് നമ്മൾ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യണേ? we are reporting to the shareholders. Why? Because shareholders are the owners. ഇത് ആരാണ് പ്രിപ്പയർ ചെയ്യണത്? who prepares this? ഇത് ആരാ പ്രിപ്പയർ ചെയ്യണേ? management and board of directors. അപ്പൊ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രൂപ നമ്മൾ കണക്കുണ്ടെങ്കിൽ നമ്മൾ 10 രൂപ 100 രൂപ നമ്മൾ റവന്യൂവിൽ കിട്ടിയിട്ടെടുത്തിട്ട് ആ 100 രൂപ ഞാൻ ഉണ്ടാക്കി എന്ന് പറയാനായിട്ട് ഞാൻ ആരോട് പറയണം? ഷെയർ ഹോൾഡേഴ്സിനോട് പറയണം. കാരണം എന്താ? 100 രൂപ ഉണ്ടാക്കാനായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആരാ ചെയ്തത്? കറക്റ്റ്? അതാണ് ബേസിക്. ഇപ്പോ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ്. ഓക്കെ, നമ്മളൊരു ബിസിനസ് ഉണ്ടെന്ന് വെക്കുക. ഓക്കെ, സോ ലെറ്റ്സ് സേ there is a company called as ABC company. ABC company. Okay, ABC company ഉണ്ട്. There is a shareholder called as, let's say, ക്രിസ്റ്റിയുടെ കമ്പനിയാണത്. ക്രിസ്റ്റിയാണ് ഇതിന് എന്താ പറയാ, ക്രിസ്റ്റിയാണ് ഇതിന് ഫണ്ട് ഇട്ടേക്കുന്നത്. ഓക്കെ, സോ എത്ര ക്രിസ്റ്റി ഫണ്ട് ഇട്ടു? ലെറ്റ്സ് സേ താൻ ഒരു 1 lakh ക്യാപിറ്റൽ ഇട്ടു എന്ന് വിചാരിക്കാം. റൈറ്റ്, put it as $1 lakh. നമ്മൾ ACC ആണ് പഠിക്കുന്നത്, സോ എല്ലാം ഡോളേഴ്സിലാണ്. സോ you invested in this business $1 lakh. ശരിയല്ലേ? അപ്പോ എന്തായിരിക്കും ഇതിന്റെ ജേർണൽ എൻട്രി? വെരി സിമ്പിൾ, പ്രത്യേകിച്ച് ഒന്നുമില്ല. കമ്പനിയുടെ പെർസ്പെക്റ്റീവിൽ എടുക്കുമ്പോൾ ഓക്കെ, തന്റെ കയ്യിൽ നിന്നുമുള്ള പൈസ കമ്പനിയിലേക്ക് എന്ത് വന്നു? ക്യാപിറ്റൽ ആയിട്ട് വന്നു. ഓക്കെ, എനിത്തിങ് we before we start accounting, one concept we always look at is what? Separate legal entity. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്രിസ്റ്റി is separate, ABC is separate. ശരിയല്ലേ? അപ്പൊ ക്രിസ്റ്റിയുടെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടിൽ ഇരിക്കുന്ന മണി നമ്മൾ എന്ത് ചെയ്യുന്നു? ABC കമ്പനിയുടെ പേരിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ശരിയല്ലേ? അപ്പൊ ക്രിസ്റ്റി എന്ത് ചെയ്യുന്നു? ബാങ്ക് എടുത്തിട്ട് ട്രാൻസ്ഫർ ചെയ്ത് നേരെ ABCയിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, ബാങ്ക് ട്രാൻസ്ഫർ വഴി ABCയിലെ കമ്പനിയിലേക്ക് കൊടുക്കുന്നു. അപ്പൊ എന്ത് പറ്റും? ABCയുടെ എന്ത് അക്കൗണ്ട് കൂടും? ABCയുടെ അസറ്റ് കൂടും. എന്താണ് അസറ്റ്? ക്യാഷ്. ABCയുടെ ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് കൂടും. സോ ബാങ്ക്, വൺസ് യു റിസീവ്, ക്രിസ്റ്റിയുടെ ഫണ്ട് വന്നു കഴിഞ്ഞാൽ ബാങ്ക് വിൽ ഇൻക്രീസ്. കറക്റ്റ്? അതേപോലെ എന്താണ് ഇൻക്രീസ് ആവുന്നത്? ക്യാപിറ്റൽ. ഈ ബാങ്ക് എന്ന് പറയുന്നത് എന്താ? അസറ്റ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇക്വിറ്റി. കറക്റ്റ്? ക്യാപിറ്റൽ എൽ അല്ലെങ്കിൽ ഇക്വിറ്റി. ക്ലിയർ? സോ എന്ത് പറ്റി? ഇതേ ബാങ്ക് okay is equal to, sorry, asset equal to asset is equal to capital. ശരിയല്ലേ? എങ്ങനെ? 100,000 ഇവിടെയും 100,000. ശരിയല്ലേ? സിമ്പിൾ അല്ലേ? ഇനി ക്രിസ്റ്റി എന്ത് ചെയ്തു? ക്രിസ്റ്റി ബാങ്കിന്റെ അടുത്ത് പോയി. ഓക്കെ, ക്രിസ്റ്റിക്ക് HDFC ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. ABC കമ്പനിക്ക് HDFC ബാങ്കിലെ അക്കൗണ്ട്. ക്രിസ്റ്റിയാണ് ഇപ്പോൾ മുതലാളി. ക്രിസ്റ്റി എന്ത് ചെയ്തു? ABC ബാങ്കിന്റെ അടുത്ത് പോയി, എനിക്കൊരു ലോൺ വേണം. ബാങ്ക് എന്ത് ചെയ്തു? ശരി തരാമെന്ന് പറഞ്ഞിട്ട് ലോൺ തന്നു. അപ്പൊ എന്ത് ചെയ്തു? ഇവിടെ ആരാ ഉള്ളത്? ബാങ്ക്. ലെറ്റ്സ് സേ HDFC ബാങ്ക്. ക്രിസ്റ്റിയുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത്, ഓക്കെ, ക്രിസ്റ്റിയുടെ പേഴ്സണൽ ഇതെല്ലാം കഴിച്ച് ബാങ്ക് ഒരു ലോൺ തന്നു. എന്ത് ചെയ്തു? ബാങ്ക് തന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. കറക്റ്റ്? അപ്പൊ ഇതെന്താണിത്? വാട്ട് ഇസ് ദിസ് കോൾഡ് ആസ് എ ലോൺ. ലോൺ ഇസ് വാട്ട്?
ലയബിലിറ്റി. കാരണം എന്താ? എനിക്ക് തിരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റും? ഇല്ല. യു ഹാവ് ദി ഒബ്ലിഗേഷൻ ടു പേ. ഒബ്ലിഗേഷൻ ടു പേ. സോ ഇതാണ് ആദ്യം നടന്നത് അല്ലെ? അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ. എന്താണ് നടന്നത്? ക്രിസ്റ്റി ഫണ്ട് ഇട്ടു, 1 lakh വന്നു, ക്യാപിറ്റൽ കൂടി. രണ്ടാമത് എന്താ സംഭവിച്ചത്? അസറ്റ് എത്രയായി? ഇപ്പൊ നോക്ക്, എത്ര ലോൺ കൊടുത്തു? ലെറ്റ്സ് സേ ഒരു $20,000 ബാങ്ക് ലോൺ കൊടുത്തു എന്നിരിക്കട്ടെ. നമ്മുടെ അസറ്റ് എന്തായി? കൂടി. എന്താണ് അസറ്റിൽ എന്താ കൂടുന്നത്? ബാങ്ക് ബാലൻസ് അല്ലേ? കാരണം എന്താ? HDFC ബാങ്ക് കാശല്ലേ തരുന്നത്. അപ്പൊ എന്ത് പറ്റി? അസറ്റ് ടോട്ടൽ എത്രയായി? ടോട്ടൽ ബാങ്ക് ബാലൻസ്. അസറ്റ് ഇവിടെ വരുന്നത് ബാങ്ക് ബാലൻസ് ആണ്. ബാങ്ക് ബാലൻസ് ഓക്കെ എത്രയായി? 120,000 ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എത്ര? ക്യാപിറ്റൽ മാറിയോ? ഇല്ല. കാരണം ഈ 20,000 ആരാ ഇൻവെസ്റ്റ് ചെയ്തത്? ബാങ്കാണ് ഇൻവെസ്റ്റ് ചെയ്തത്, ക്രിസ്റ്റി അല്ല ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പൊ ക്രിസ്റ്റിയുടെ ക്യാപിറ്റൽ എത്ര തന്നെ? 1 lakh. So this is, let's say, put it as Christie plus എന്താണ് ഇൻക്രീസ് ആയത്? ലയബിലിറ്റി. വെരി സിമ്പിൾ. ആരാണത് ഇട്ടത്? HDFC ബാങ്ക്. എത്ര ഇട്ടു HDFC ബാങ്ക്? 20,000. ക്രിസ്റ്റിയുടെ ക്യാപിറ്റൽ കുറയില്ല. HDFC ബാങ്ക് റീപേ ചെയ്തെങ്കിൽ ക്യാഷ് കുറയും, ലയബിലിറ്റി കുറയും. മനസ്സിലാവുന്നില്ലേ? അപ്പൊ ഇത് ഇങ്ങനെ കാണിക്കാനായിട്ട് എളുപ്പമാണ് അല്ലെ? ചുമ്മാ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ടാ പോരെ. ഇതെന്താ സാധനം? ഇത് തന്നെയാണ് ബാലൻസ് ഷീറ്റ്. കുറച്ചുകൂടെ വൃത്തിക്ക് നമ്മൾ കാണിക്കണമെന്നേ ഉള്ളൂ. ശരിയല്ലേ? ഷോർട്ട് ഫിലിമും സാധാ ഒരു അടിപൊളി ലെങ്തി ഫിലിമും പോലെയാണ് വ്യത്യാസം. ഷോർട്ട് ഫിലിം എന്താണ്? ചുമ്മാ എല്ലാ സാധനവും എടുത്തിട്ട് അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കും അല്ലെ? റൈറ്റ്. അതിൽ നമുക്ക് എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടല്ലോ. ഇത് തന്നെ നോക്ക്, ബാലൻസ് ഷീറ്റ് തന്നെയാണിത്. വൈ ഇറ്റ് ഇസ് ബാലൻസ് ഷീറ്റ്? അസറ്റ് ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ലയബിലിറ്റി ഉണ്ട്. പക്ഷേ ഇതുപോലെ കൂടി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ? ഇല്ല. സാധനങ്ങൾ കൂടി വരുമ്പോൾ എന്ത് പറ്റും? മിസ്റ്റേക്സ് അല്ല, ഇങ്ങനെ വെക്കാൻ പറ്റില്ല. ഇത് പ്രസന്റബിൾ അല്ല. ആർക്കും ഒന്നും മനസ്സിലാവും. ഇപ്പൊ ക്രിസ്റ്റി ഒരു അക്കൗണ്ടിങ് സ്റ്റുഡന്റ് ആയതുകൊണ്ട് ഇങ്ങനെ പ്രസന്റ് ചെയ്താലും ക്രിസ്റ്റിക്ക് മനസ്സിലാവും. റൈറ്റ്? കറക്റ്റ്? യെസ് ഓർ നോ? പക്ഷേ എല്ലാവരും ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും അല്ലെങ്കിൽ നമ്മുടെ പൈസ തരുന്ന എല്ലാവരും അക്കൗണ്ടിങ് ആൾക്കാരാണെന്നുണ്ടോ? ഡോക്ടേഴ്സ് ഉണ്ടാവും, പല ആൾക്കാരുണ്ടാവും അല്ലെ? സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സാക്ട്ലി. മനസ്സിലായില്ലേ? അതാണ് അതിന്റെ റെലവൻസ്. Is this clear? Understood the concept? Yeah. ഇപ്പോ ഇത് തന്നെ വേറൊരു കാര്യം. ഇപ്പൊ ക്രിസ്റ്റി എന്ത് ചെയ്തു? എനിക്ക് 20,000 rupees ലോൺ കിട്ടി. എന്നാൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒരു കാർ അല്ലെങ്കിൽ ഒരു ഫർണിച്ചർ, എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടർ എന്തെങ്കിലും മേടിച്ചിടാന്നുള്ളത്. ഓക്കെ. അപ്പൊ യു ബോട്ട് സം ഐറ്റംസ്. അപ്പൊ എന്താ പറ്റുന്നത്? ചോദിച്ചു. അസറ്റിനകത്ത് നമ്മളുടെ ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നു. എത്ര ഉണ്ടായിരുന്നു ബാങ്ക് ബാലൻസ്? നമുക്ക് 1,20,000 ഉണ്ടായിരുന്നു അല്ലെ? നമ്മൾ എന്ത് ചെയ്തു? 20,000 സ്പെൻഡ് ചെയ്തു. അപ്പൊ ബാങ്ക് ബാലൻസ് എന്ത് പറ്റി? ബാങ്ക് ബാലൻസ് റെഡ്യൂസ് ആയി. എന്നിട്ട് നമ്മൾ എന്താ മേടിച്ചിട്ട്? എന്താ നമ്മൾ മേടിച്ചിട്ട്? കാർ മേടിച്ചിട്ട്. ഫോർ ഹൗ മച്ച്? 20,000. ഓക്കെ. ഇത് രണ്ടും അസറ്റ് അല്ലേ? ഓക്കെ. നമ്മുടെ ക്യാപിറ്റൽ എത്രയാ? ആരാണ് ക്യാപിറ്റൽ ചെയ്തിരിക്കുന്നത്? ക്രിസ്റ്റി ഇസ് ദ ഷെയർ ഹോൾഡർ അല്ലെ? എത്രയാണ് താൻ ഇട്ടത്? 100,000. വേറെ ലയബിലിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല, ഒരു വ്യത്യാസവും ഇല്ല. എന്താണ് അവിടെ? ലോൺ, HDFC ബാങ്ക് അല്ലെ? എത്രയാണ് എമൗണ്ട്? 20,000. ഈക്വൽ ആയില്ലേ? അപ്പൊ ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതും ഈ പെർട്ടിക്കുലർ സാധനവും ഓക്കെ ഈ പെർട്ടിക്കുലർ സാധനവും സോ ഈ പെർട്ടിക്കുലർ സാധനവും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അസറ്റ് ഒരെണ്ണേ ഉള്ളൂ അല്ലേ? ഓൺലി വൺ അസറ്റ് ഹിയർ. എന്താണ് അസറ്റ്? ബാങ്ക് ബാലൻസ്. ഇവിടെ എത്ര അസറ്റ് ഉണ്ട്? 2 അസറ്റ്സ് ഉണ്ട്.
അണ്ടർസ്റ്റുഡ്? അതാണ് വ്യത്യാസം, വേറെ ഒരു വ്യത്യാസമില്ല മോനെ. അപ്പോ ഈ അസറ്റിൽ നിന്നും എങ്ങോട്ടാ ട്രാൻസ്ഫർ ആയത്? ഇങ്ങോട്ട് ട്രാൻസ്ഫർ. ശരിയല്ലേ? ഇവിടെ നിന്നും എങ്ങോട്ട് പോയി? കാറിലേക്ക് പോയി അല്ലെ? ബാങ്ക് ബാലൻസിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു? കാറിലേക്ക് പോയി. ശരിയല്ലേ? റൈറ്റ്. പക്ഷേ ഇപ്പോ ഇങ്ങനെ നമ്മൾ കാണിക്കുന്നതുകൊണ്ട് ഇത് അക്കൗണ്ടിങ് ആവുന്നു? ഇല്ല. ഇതെന്താ ചെയ്യണേ? വെറുതെ ഒരു കടലാസിൽ നമ്മൾ എഴുതിയിടുകയാണ് ചെയ്യണേ അല്ലേ? അതാണോ അക്കൗണ്ടിങ്? അല്ല. അക്കൗണ്ടിങ് ഇസ് എ പ്രോപ്പർ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ്. സോ ഒരു ഉത്തരം നമ്മൾ ചോദിക്കുമ്പോൾ when we ask a question, what is financial accounting? Financial accounting is accounting of your transactions, of your day-to-day transactions into the company's books of accounts. അതിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഉത്തരം. നമ്മൾ എക്സ്റ്റേണൽ അതൊക്കെ സെക്കൻഡറി ആണ്. ആദ്യം എന്താ? നമുക്ക് വരുന്ന ട്രാൻസാക്ഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അക്കൗണ്ടിങ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നു. അതിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഈ അക്കൗണ്ടിങ്ങിനകത്ത് ഈ അക്കൗണ്ടിങ്ങിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് ഒന്ന് നോക്ക്. നമ്മൾ എന്താ ചെയ്യുന്നത്? എങ്ങനെ നമ്മൾ അക്കൗണ്ടിങ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എങ്ങനെ നമ്മൾ അക്കൗണ്ടിങ്? ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് ദാറ്റ് വി ഡു ഇസ് കോൾഡ് ആസ് ജേർണൽ. ഒരു ട്രാൻസാക്ഷൻസ് ഇതെല്ലാം തനിക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത്? ബാങ്ക് സ്റ്റേറ്റ്മെന്റിലൂടെയോ അല്ലെങ്കിൽ കമ്പനിയുടെ മുതലാളിമാർ പറഞ്ഞിട്ടോ താൻ ക്രിസ്റ്റി അക്കൗണ്ടിങ്ങിന് വേണ്ടി ഇരിക്കുകയാണ്. എന്താ ചെയ്തത്? ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. കാർ മേടിച്ച ആൾ പൈസ അയച്ചു തരാൻ പറയും, പൈസ കൊടുത്തു. അത് വെറും ട്രാൻസാക്ഷൻ ആണ് അല്ലെ? അപ്പോ ഇതെല്ലാം നമ്മൾ ഇവിടെ പറയുന്നതൊക്കെ എന്താണ്? ദിസ് ഇസ് ഓൾ റോ ട്രാൻസാക്ഷൻസ്. Raw transactions. These raw transactions, what we should do? We should put it into the exactly. We should put it into the journal. We should pass something called as journal entries. Only then it will go to what? It will go to ledgers. ജേർണൽ എൻട്രി നിന്നാണ് നമ്മൾ ഓരോ ജേർണൽ എൻട്രി പാസ് ചെയ്യുമ്പോൾ ഓരോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഓരോ ലെഡ്ജർ സമ്മറൈസ്ഡ്, അതിന്റെ സമ്മറിയാണ് എന്ത്? ലെഡ്ജേഴ്സിന്റെ സമ്മറിയാണ് എന്താണ്? TB, നമ്മുടെ ട്രയൽ ബാലൻസ്. ഈ ട്രയൽ ബാലൻസിൽ നിന്നാണ് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് പോകുന്നത്. എന്താണ് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ്? പ്രോഫിറ്റ് ഓർ ലോസ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ. ഇത് രണ്ടും ആരാണ് ചെയ്യുന്നത്? ഇത് രണ്ടും ആർക്കാണ് നമ്മൾ കൊടുക്കുന്നത്? ദീസ് ഗോസ് ടു ദീസ് ആർ ഇത് രണ്ടും ആരാ പ്രിപ്പയർ ചെയ്യണേ? പ്രിപ്പയർഡ് ബൈ മാനേജ്മെന്റ്. ആർക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്? യെസ്, given to shareholders. Understood? Clear? Okay. അപ്പൊ നോക്കിയോ, നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കൂടുതൽ എന്താ പഠിക്കുന്നത്? നമ്മൾ ഈ ട്രാൻസാക്ഷൻസിനെ ലെഡ്ജറും ട്രയൽ ബാലൻസും പ്രോഫിറ്റ് ഓർ ലോസും ഫിനാൻഷ്യൽ പൊസിഷനിലേക്ക് ആക്കുന്നതിന്റെ പ്രൈമറി സ്റ്റെപ്പാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പഠിക്കുന്നത്. അതിന്റെ ബേസ് സ്റ്റെപ്പാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പഠിക്കുന്നത്. ഓക്കെ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് പഠിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് പഠിക്കുന്നത് ടൈപ്പ് ഓഫ് എൻറ്റിറ്റീസ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എൻറ്റിറ്റി അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് എൻറ്റിറ്റി. മനസ്സിലാവുന്നുണ്ടോ? അതിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. ഓക്കെ. സോ യു ടേക്ക് ദ കേസ് ഓഫ് ടൈപ്സ് ഓഫ് എൻറ്റിറ്റീസ്. എന്തൊക്കെ ടൈപ്പ് ഓഫ് എൻറ്റിറ്റി ഉണ്ട്? എന്തൊക്കെ ടൈപ്പ് ഉണ്ട്? നമ്പർ 1 തന്നെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് വെച്ചാൽ എന്താ? സിംഗിൾ പേഴ്സൺ അല്ലെ? സിംഗിൾ പേഴ്സൺ ഇസ് ദ ഓണർ. കറക്റ്റ്? ഒരാളെ ഉള്ളൂ. ക്രിസ്റ്റി സ്വന്തം പൈസ വെച്ചിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. ഏറ്റവും കൂടുതൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് കാണുന്നത് എവിടെയൊക്കെയാണ്? സ്മോൾ ബേക്കറീസ് അല്ലെ? ചെറിയ സൂപ്പർ മാർക്കറ്റുകൾ, ഇല്ലെങ്കിൽ ചെറിയ സർവീസ് എൻറ്റിറ്റീസ്.
മനസ്സിലാവും. അതൊക്കെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആയിട്ടാണ് കൂടുതലും വരുന്നത്. അതിന്റെ സെക്കൻഡ് ടൈപ്പ് ഓഫ് എൻറ്റിറ്റി ആണ് പാർട്ട്ണർഷിപ്പ്. അതായത് ക്രിസ്റ്റിയും ക്രിസ്റ്റിയുടെ ഫ്രണ്ടും കൂടെ ചേർന്നിട്ട് ഒരുമിച്ച് ഒരു കമ്പനി തുടങ്ങി. 2 or more. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ക്രിസ്റ്റി ഒരു ഹാഫ് എമൗണ്ട് ഇടുന്നു. 1 ലക്ഷം രൂപയാണ് ക്യാപിറ്റൽ വേണ്ടെങ്കിൽ ക്രിസ്റ്റി 50,000 ഇടുന്നു, പാർട്ട്ണർ 50,000 ഇടുന്നു. അല്ലെങ്കിൽ 3 പേരാണെങ്കിൽ 30,000 അങ്ങനെ. 4 പേരാണെങ്കിൽ 20 സോറി 25 5 പേരാണെങ്കിൽ 20. അങ്ങനെ എല്ലാവരും ഈക്വലി ഷെയർ ചെയ്യുമ്പോഴാണ് അതിനെന്ത് പറയുന്നത്? പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ഈക്വലി ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ ക്രിസ്റ്റി പറയും ഞാൻ 60,000 ഇടാം, മറ്റേ പാർട്ട്ണർ എന്ത് പറയും 40,000 ഇടും. 3 പാർട്ട്നേഴ്സ് ഉണ്ട്, ക്രിസ്റ്റി 60,000 ഇട്ടു, പക്ഷെ ക്രിസ്റ്റിയുടെ ഫ്രണ്ട് ആകെ 30,000 ഇട്ടുള്ളൂ, ക്രിസ്റ്റിയുടെ വേറൊരു ഫ്രണ്ട് 10,000 ഇടാൻ. അപ്പൊ 3 പാർട്ട്നേഴ്സ്. അങ്ങനെ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാം. അപ്പൊ എനി ടൈപ്പ് ഓഫ് ഷെയറിംഗ് വരാം. ഈക്വൽ ഷെയറിംഗ്, ഹയർ ഷെയറിംഗ്, ലോവർ ഷെയറിംഗ്. മനസ്സിലായില്ലേ? ക്ലിയർ? അതിനാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ രണ്ടിന്റെയും അക്കൗണ്ടിങ് ഇസ് ഓൾമോസ്റ്റ് സെയിം. പ്രത്യേകിച്ച് അങ്ങനെ വ്യത്യാസങ്ങളില്ല, ഓൾമോസ്റ്റ് സെയിം ആണ്. ഓക്കെ, ഇവരെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പഠിക്കുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കുന്നത് ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിനെ എൻറ്റിറ്റിനെ കുറിച്ചാണ്. എങ്ങനെയാണ് അതിന് വ്യത്യാസം വരുന്നത്? ക്യാപിറ്റൽ, പേര് തന്നെ വ്യത്യാസമുണ്ട്. ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, കറക്റ്റ്. ഇതൊക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ്. മനസ്സിലാവുണ്ടോ? ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ റെഗുലേഷൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ റെഗുലേഷൻസ് ഇല്ല. കാരണം എന്താ? ആകെ 1-2 പേര് ഇൻവോൾവ് ഉള്ളൂ അല്ലെ? ക്രിസ്റ്റി ഒരു സ്ഥാപനം തുടങ്ങി, ക്രിസ്റ്റിക്ക് ഫണ്ട് കിട്ടിയില്ല, വരവും ചെലവും വന്നില്ല. അപ്പൊ എന്തൊരു ക്രിസ്റ്റി ബാങ്ക്രപ്റ്റ് ആവും. അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ തുടങ്ങിയ ഒരു സ്ഥാപനം കിട്ടി, റവന്യൂ വന്നില്ല, കമ്പനി നഷ്ടത്തിലായി. അപ്പൊ ആർക്കാണ് നഷ്ടം? നിങ്ങൾ 3-4 പേർക്ക് അല്ലേ? അപ്പൊ ഇതിനധികം റെഗുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അൺടിൽ ആൻഡ് അൺലെസ് ഇറ്റ് ബിക്കംസ് ബിഗ്. 2 കോടി 20 കോടി 30 കോടി അങ്ങനെ ഫണ്ട്സ് വരുന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഇതെന്തോ സംഭവം ഉണ്ട്, ഒറ്റൊരാൾ ഇങ്ങനെയാണ് ഇത്രയും ഫണ്ട്സ് എടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അധികം റെഗുലേറ്റഡ് അല്ല എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പോ പാർട്ട്ണർഷിപ്പോ പറ്റി അധികം ബോധേഡാവില്ല. അവരുടെ റെഗുലേഷൻസ് വളരെ കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ട ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, ഇവർക്ക് വേണ്ട അക്കൗണ്ടിങ് റെഗുലേഷൻസും കുറവാണ്. മനസ്സിലായില്ലേ? ഈ റെഗുലേഷൻസ് ആരാ പ്രഖ്യാപിക്കുന്നത്? നമ്മുടെ ബോഡി ആരാ? ഓക്കെ, നമ്മുടെ ബോഡി ആരാ? നമ്മൾ ക്രിസ്റ്റി പഠിക്കുന്നത് ആരുടെ കീഴിലാണ് പഠിക്കുന്നത്? അല്ല, ബോഡി, എൻറ്റയർ ബോഡി. എന്ത് കോഴ്സാണ് പഠിക്കുന്നത്? ACCA. കറക്റ്റ്. സോ ACCA എന്ന് പറഞ്ഞ കോഴ്സാണ് നമ്മൾ പഠിക്കുന്നത്, അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ്. ഇവരുടെ പൊക്കത്ത് ഒരു തലവനുണ്ട്. ആരാണത്? ഓക്കെ, IASB, ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ബോർഡ്. ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ബോർഡ്. ഒരു സെക്കൻഡ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് 3 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ജൂലൈയിലാണ്. നാളെ നമ്മൾ ഇപ്പൊ 2 ചാപ്റ്റർ തീർക്കും. നാളെ മറ്റന്നാളും വെച്ചിട്ട് നമ്മൾ ഒരു 2 ചാപ്റ്റേഴ്സ് ഫിനിഷ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ നമ്മൾ ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താ പറയാ, പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് 3 ദിവസം 4 ദിവസം ക്ലാസ് ഉണ്ടാവും. ഓരോ വീക്കും എത്ര നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റീവ് വെച്ചിട്ടേ എത്ര തീർക്കാൻ പറ്റുന്ന അനുസരിച്ചിട്ട് നമ്മളത് സെറ്റ് ചെയ്യുന്നതാണ്. BPP ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പക്ഷെ കപ്ലാന്റെ ക്വസ്റ്റ്യൻസും നമ്മൾ ചിലപ്പോൾ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ചില ക്വസ്റ്റ്യൻസ് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കപ്ലാന്റെ ടെക്സ്റ്റ് ബുക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഡീഷണലി നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. പിന്നെ എന്റെ അഭിപ്രായത്തിൽ ആവശ്യമില്ല എന്ന് ഞാൻ പറയുള്ളൂ. BPP ആൻഡ് സ്റ്റഡി അപ്പ് ക്വസ്റ്റ്യൻസ് ഇസ് മോർ ദാൻ ഇനഫ്. ഞാനെല്ലാം എൻറ്റയർ ACCA ഞാൻ പഠിച്ചത് BPP ടെക്സ്റ്റ് ബുക്ക് മാത്രം തന്നില്ല. കപ്ലാൻ ഞാൻ തൊട്ടുപോലും നോക്കിയിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. BPP-യിൽ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ BPP-യുടെ എക്സ്പ്ലനേഷൻ കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. പക്ഷെ BPP-യുടെ കിറ്റ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഫാൻ ഓഫ് BPP-യുടെ ഇപ്പോഴത്തെ BPP-യുടെ കിറ്റിന് ഞാൻ ഫാനാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ബിക്കോസ് ഇറ്റ്സ് വെരി ഗുഡ്, വെരി 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 ഗുഡ് ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ ക്ലാസിഫിക്കേഷൻ, മെഷർമെന്റ്, ഡോസ് ഡിസ്ക്ലോഷർ നോട്ട്സ്. ഓക്കെ, അപ്പൊ IAFRസും IAS പറയുന്നത് എന്താ? The set of rules. The set of rules for classification, the set of rules for measurement,
and the set of rules for disclosures. Okay, of what? Of your transactions. Correct? Of your transactions. Right? Clear? Ultimately, ഇത് നമ്മൾ അക്കൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് എങ്ങോട്ടാ പോകുന്നത്? റൈറ്റ്? വൺസ് യു ട്രാൻസാക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് ഡു വി ഡു? വി അക്കൗണ്ട് ഇറ്റ്. എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ എവിടെ പഠിച്ചത്? FAയിൽ പ്രിഡോമിനന്റ്ലി നമ്മൾ പഠിച്ചത് അല്ലെ? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജേർണൽ എൻട്രീനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, FAയിൽ ലെഡ്ജേഴ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ട്രയൽ ബാലൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അൾട്ടിമേറ്റ്ലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ലാസ്റ്റ് ഒരു 3-4 ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലോ? ഈ അക്കൗണ്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? വി വിൽ റിപ്പോർട്ട്. എന്താണ് റിപ്പോർട്ട്സ്? നമ്മുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് എന്തൊക്കെയാ? P&L, പ്രോഫിറ്റ് ഓർ ലോസ്, ബാലൻസ് ഷീറ്റ്. റൈറ്റ്? പ്രോഫിറ്റ് ഓർ ലോസ്, ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഇത് മാത്രമാണോ? അല്ല. ഒരു ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്, ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് ആർ കാറ്റഗറൈസ്ഡ് ഇൻടു 5. എന്തൊക്കെയാണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, നമ്പർ 1. ഇതെന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്പർ 1 ഇൻകം. കറക്റ്റ്? ഇൻകം തന്നെ 2 എണ്ണം ഉണ്ട്. എന്താണ്? റവന്യൂ എന്ന് പറയുന്നത് നമ്മുടെ സെയിൽസ്. കറക്റ്റ്? റൈറ്റ്? ആൻഡ് അതർ ഇൻകംസ്, അതേഴ്സ്. സെക്കൻഡ്, നമ്മളുടെ എക്സ്പെൻസസ് തന്നെ 2 തരമുണ്ട്. എന്താണ്? നമ്മളുടെ കോസ്റ്റ് ഓഫ് സെയിൽസ് ആൻഡ് അതേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ? അഡ്മിനിസ്ട്രേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഫിനാൻസ്, എക്സെട്ര. ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ്, ഇൻകം മൈനസ് എക്സ്പെൻസസ്, വിൽ ബി യുവർ പ്രോഫിറ്റ്. 2 തരം പ്രോഫിറ്റ്സ് ഉണ്ട്. എന്ത് പ്രോഫിറ്റാ? ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ്. അണ്ടർസ്റ്റുഡ്? ക്ലിയർ? അപ്പോ ഈ പ്രോഫിറ്റ് ഓർ ലോസിൽ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ ഒരു ബിസിനസ്സിന് അല്ലെങ്കിൽ ഒരു ഷെയർ ഹോൾഡറിനുള്ള ഏറ്റവും റിസ്കി ഏരിയ എന്താണ്? അവന്റെ ചെലവുകളാണോ അവന്റെ വരവുകളാണോ? ആലോചിച്ചു. ഏറ്റവും റിസ്ക് ആയിട്ടുള്ളത് എന്താണ്? എല്ലാരും വിചാരിക്കും അവന്റെ ചെലവുകളാണ്. വരവില്ലാണ്ട് ചെലവുണ്ടോ? ഇൻകം ഇല്ലാണ്ട് എക്സ്പെൻസ് ഉണ്ടോ? നിനക്ക് പൈസ ഉണ്ടായാലല്ലേ നീ ചെലവ് ചെയ്യത്തുള്ളൂ. വെറുതെ കയറി നീ ചെലവ് ചെയ്യത്തില്ലല്ലോ. ഇപ്പൊ നിനക്കൊരു പോക്കറ്റ് മണി ആണ്, എന്നാലേ നിനക്കൊരു ഫുഡ് കഴിക്കാൻ തോന്നുള്ളൂ. മനസ്സിലായ? ആ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? ഒരു ബിസിനസ്സിന് ദ ബിഗസ്റ്റ് റിസ്ക് ഇസ് ദർ റവന്യൂ. കാരണം എന്താ? ആ റവന്യൂ വന്നാലേ അവൻ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ചെലവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവന് റവന്യൂ ഇല്ലാന്നുണ്ടെങ്കിൽ അവൻ ചെലവ് ചെയ്യത്തില്ല മോനെ. നോ ഇൻകം, നോ എക്സ്പെൻസ്. റൈറ്റ്? കറക്റ്റ്? സോ ദാറ്റ്സ് വൈ ഇൻ IFRS പറയുന്നത് റവന്യൂന് അവരൊരു സെപ്പറേറ്റ് സ്റ്റാൻഡേർഡ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാ? ആൾക്കാര് ഏറ്റവും കൂടുതൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? അവന്റെ വരവുകളായിരിക്കും. ചെലവുകൾ കുറയ്ക്കാൻ നോക്കും, വരവുകൾ കൂട്ടാൻ നോക്കും. ഹയസ്റ്റ് റിസ്കി ഏരിയ എന്ന് പറയുന്നതാണ് റവന്യൂ. അതിനു വേണ്ടിയിട്ടാണ് സ്പെസിഫിക് ആയിട്ട് അവരൊരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് എങ്ങനെ ഹൗ യു ഷുഡ് അക്കൗണ്ട് യുവർ റവന്യൂ. ആലോചിച്ച് നോക്ക്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ എന്തോരം ഐറ്റംസ് ഉണ്ട്. ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, എക്സ്പെൻസസ്, മറ്റേത് മറിച്ച് എല്ലാം. പക്ഷേ റവന്യൂവിന് മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് അവൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എക്സ്പെൻസസ് എല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്, ഒരു വേറെ സ്റ്റാൻഡേർഡ് ആയിട്ട് ലിങ്ക്ഡ് ആണ്. അത് നീ വഴിയേ പഠിക്കും. പക്ഷെ റവന്യൂ മാത്രം സെഗ്രിഗേറ്റഡ്, സെപ്പറേറ്റഡ് ആണ്. എന്തുകൊണ്ടാണ്? ദാറ്റ്സ് ദ ഹൈയസ്റ്റ് റിസ്ക് ഏരിയ. എക്സ്പെൻസസിനകത്ത് കോസ്റ്റ് ഓഫ് സെയിൽസ് കൺസിസ്റ്റ് ഓഫ് വാട്ട്? ഓപ്പണിംഗ് ഇൻവെന്ററി, പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് ഇൻവെന്ററി, IAS 2 ഇൻവെന്ററീസ്. IAS 2 ഇൻവെന്ററിനെ റെഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് സെയിൽസ് പ്രോപ്പറായിട്ട് അക്കൗണ്ട് ചെയ്യും അല്ലേ? മനസ്സിലാവുന്നുണ്ടോ?
അതുപോലെ അതേഴ്സ് ഡിപ്രീസിയേഷൻ എക്സ്പെൻസ്, നമ്മളുടെ എന്താണ് അസറ്റ്സ് IA-16. അങ്ങനെ പല ട്രാൻസാക്ഷൻസിനെ ബേസ് ചെയ്തിട്ട്, റിസ്കി ട്രാൻസാക്ഷൻസിനെ ബേസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്തു, അതിനെ റെഗുലേറ്റ് ചെയ്തു വിത്ത് സ്റ്റാൻഡേർഡ്സ്. അങ്ങനെ ചെയ്തപ്പോൾ എന്ത് പറ്റി, ഓട്ടോമാറ്റിക്കലി PNL വരുന്ന ലൈൻ ഐറ്റംസ് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് റെഗുലേറ്റഡ് ആണ്. ഇതുപോലെ തന്നെ നെക്സ്റ്റ് തിങ് ആണ് വാട്ട്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിൽ എന്തൊക്കെയാണ്? അസറ്റ്സ്, ലയബിലിറ്റീസ്, പിന്നെന്താ ഉള്ളത്? ഇതിന് മൂന്നിനും പല പല സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അസറ്റ്സിന്, ഫിക്സഡ് അസറ്റ്സിന് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, കറണ്ട് അസറ്റ്സിന് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ലയബിലിറ്റീസിലും അതേപോലത്തെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ഇക്വിറ്റീസിനും അതേപോലത്തെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. മനസ്സിലാവുന്നത്? പക്ഷെ നീ ഒരു ഷെയർ ഹോൾഡർ ആണെന്ന് വിചാരിക്കും, നീ ഒരു ഇൻവെസ്റ്റർ ആണെന്ന് വിചാരിക്കുക. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ നീ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിന്നെ ഷെയർ ഹോൾഡർ എന്ന് വിളിക്കും. പക്ഷെ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലോ അല്ലെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനോ നീ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ക്യാപിറ്റൽ എന്ന് വിളിക്കും. കാരണം എന്താ, നീയാണ് അതിന്റെ സോൾ ഓണർ, ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്, അല്ലേ? പക്ഷെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ വരുമ്പോഴോ നീ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിന്നെ ഷെയർ ഹോൾഡർ എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്? കാരണം ലയബിലിറ്റി ഈസ് ലിമിറ്റഡ്. യു ഓൺ എ ഷെയർ, നീ ആ കമ്പനിയുടെ ഒരു ഷെയർ നിനക്കുണ്ട്, അതിനാണ് ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത്. യു ഹോൾഡ് ഷെയർ ഇൻ ദാറ്റ് കമ്പനി. അണ്ടർസ്റ്റുഡ്? ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയി, അല്ലെ? പക്ഷെ പാർട്ട്ണർ എന്ന് പറഞ്ഞാലോ, ഓണറിനെ തന്നെ ബട്ട് വിത്ത് എ പാർട്ട്ണർ. ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആർ കോൾഡ് ആസ് പാർട്ട്നേഴ്സ്. വൈ? ബിക്കോസ് ദേ ഷെയർ റെസ്പോൺസിബിലിറ്റീസ് ഈക്വലി. ഷെയർ ഹോൾഡർ അങ്ങനെയല്ല, he just owns a share. കാരണം എന്താ? he doesn't have other responsibility. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ആ ഷെയർ ഹോൾഡർ തന്നെ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് if he involves in management, he will be called as what? Board of director. Understood? ഇതൊക്കെ വഴിയെ നമ്മൾ പഠിക്കും. പക്ഷേ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിൽ അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇക്വിറ്റീസ് ആണ് ഉള്ളത്. നീ ഒരു ഷെയർ ഹോൾഡർ ആണ്. ഷെയർ ഹോൾഡർ നീ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് അത് കൂടിയോ കുറഞ്ഞോ എന്ന് നീ അറിയണ്ടേ? അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? ഇക്വിറ്റീസിന് വി നീഡ് ടു ഷോ ഇറ്റ് സെപ്പറേറ്റ്. കറക്റ്റ്? അതിനാണ് എന്ത് പറയുന്നത്? നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. വാട്ട് ഇസ് ദാറ്റ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ. ഇതിനകത്ത് എന്തൊക്കെയാ വരുന്നത്? നമ്മളുടെ ഷെയർ ക്യാപിറ്റൽ, ഷെയർ പ്രീമിയം, റീറ്റെയിൻഡ് ഏർണിങ്സ്. എന്താണ് റീറ്റെയിൻഡ് ഏർണിങ്സ്? എക്സാക്ട്ലി. നമ്മള് കമ്പനി ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് വിൽ ഗെറ്റ് റീറ്റെയിൻഡ്. അതിനെയാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, റീറ്റെയിൻഡ് ഏർണിങ്സ്. പിന്നെന്താ ഉള്ളത്? റീവാലുവേഷൻ സർപ്ലസ് എക്സെട്ര. അണ്ടർസ്റ്റുഡ്? അപ്പോ ഒരു ഇൻവെസ്റ്റർ ഷെയർ ക്യാപിറ്റൽ, ഞാൻ $100,000 ഇൻവെസ്റ്റ് ചെയ്തു. അത് നേരെ കിടക്കുന്നത് എവിടെയാ? എവിടെയാ കിടക്കണത്? അത് കിടക്കുന്നത് ഇതിനകത്താ, അല്ലേ? ഇതിനകത്താ കിടക്കുന്നത്, അല്ലേ? അത് കൂടിയോ കുറഞ്ഞോ അതറിയണ്ടേ? അതിനെ ബേസ് ചെയ്തിട്ടാണ് ഷെയർ ക്യാപിറ്റൽ, റീറ്റെയിൻഡ് ഏർണിംഗ്, ഷെയർ പ്രീമിയം, റീവാലുവേഷൻ സർപ്ലസ്, ഇതെല്ലാം കൂടെ ചേർന്നിട്ടായിരിക്കും അവന്റെ ഇക്വിറ്റി കൂടുന്നത്. അതെങ്ങനെ കൂടി, എത്ര കൂടി, എവിടെ, എന്തുകൊണ്ട് കൂടി, ഷെയർ ക്യാപിറ്റൽ കൂടിയോ, പ്രീമിയം കൂടിയോ, റീറ്റെയിൻഡ് ഏർണിംഗ്സ് കൂടിയോ എന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് വാട്ട് വി ആർ ഡൂയിങ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. ഒരു വർഷം ഇക്വിറ്റിയിൽ ഉണ്ടായ ചേഞ്ചസിനെയാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? ഇനി അടുത്തത് എന്താ? ഇനി 2 കൂടി ഉണ്ട്. എന്തൊക്കെയാണ് അടുത്തത്? നമുക്ക് നോക്കാം. 4ാമത്തത് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്. ഇതെന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്? നമ്മളുടെ അസറ്റ്സിന്റെ അകത്ത്
ഓക്കെ, ഒരു അക്കൗണ്ട് ആണ് ക്യാഷ്. ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോളോസ് സ്പെസിഫിക് മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് കോൾഡ് ആസ് അക്രൂവൽ ബേസിസ്. എന്ത് ബേസിസാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ക്രിസ്റ്റി ഒരാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, ഒരു മാസം വർക്ക് ചെയ്തു. ക്രിസ്റ്റി സാലറി എടുക്കാൻ ബാധ്യസ്ഥനാണ്, അതെ, ശരിയല്ലേ? പക്ഷെ ക്രിസ്റ്റി അയാളുടെ സാലറി തന്നിട്ടില്ല. ബട്ട് ഈസ് ഹി ലയബിൾ ടു പേ? സോ അവിടെ ഒരു ലയബിലിറ്റി വരുന്നില്ലേ? പക്ഷെ പൈസ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അതാണ് അക്രൂവൽ ബേസിസ്. സോ യു എയ്തർ യൂസ് ദ സർവീസസ് ബട്ട് യു ഡോണ്ട് പേ. യു യൂസ് ദ സർവീസ്, പക്ഷെ എന്ത് ചെയ്യുന്നു? പേയ്മെന്റ് ചെയ്യുന്നില്ല. അതാണ് അക്രൂവൽ. യു യൂസ് ഇറ്റ് ബട്ട് വി ഡോണ്ട് പേ ഇറ്റ്. സപ്ലയറിൽ നിന്ന് കടം സാധനം മേടിച്ചു, പക്ഷെ കടത്തിൽ എക്സ്പെൻസ് ഉണ്ട്. സാധനം മേടിച്ചു, ഇനി നമ്മൾ പൈസ കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യുന്നു? എക്സ്പെൻസ് വരുന്നു, ലയബിലിറ്റി വരുന്നു. ശരിയല്ലേ? ഓക്കെ, ക്ലിയർ? അപ്പോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇതേപോലെ തന്നെ കസ്റ്റമേഴ്സ് ഒന്നും നമ്മുടെ സാധനം മേടിച്ച് പൈസ തരാതിരിക്കാമല്ലോ, ഇല്ലേ? ട്രേഡ് റിസീവബിൾ വരും, അല്ലെ? റവന്യൂ ഉണ്ട്, പക്ഷെ പൈസ കിട്ടിയിട്ടില്ല. നല്ലതാണോ? അല്ല. പൈസ കിട്ടിയില്ലെങ്കിൽ എന്ത് പറ്റും? കാശുണ്ടാവുമോ? ഉണ്ടാകും. കാശില്ലെങ്കിൽ എന്ത് പറ്റും? നമുക്ക് ഇതെടുക്കാൻ പറ്റുമോ? ചെലവ് ചെയ്യാൻ പറ്റുമോ? സോ ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ഓർ ലോസ് എത്ര ഇമ്പോർട്ടന്റ് ആണോ, അതിന് ഉപരി കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ് എന്ത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം ഒരു കമ്പനിയിൽ പ്രോഫിറ്റ് ഉണ്ടാവും, റവന്യൂ ഉണ്ടാവും, പക്ഷെ കാശ് കൂടുതൽ അനാവശ്യമായിട്ട് ചെലവ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ആൻഡ് ദർ ആർ സർട്ടൻ നോൺ ക്യാഷ് ഐറ്റംസ്. എന്തൊക്കെയാണ്? ഡിപ്രീസിയേഷൻ. മനസ്സിലാവുന്നു? നോൺ ക്യാഷ് ഐറ്റം അല്ലേ? എക്സ്പെൻസ് നോൺ ക്യാഷ് ഐറ്റം. നമ്മൾ എന്താ ചെയ്യുന്ന? അസറ്റ് മേടിക്കുമ്പോൾ, ഞാൻ ഈ AC മേടിച്ചു, ഞാൻ 1,00,000 രൂപ എടുത്ത് AC മേടിച്ചെങ്കിൽ ഞാൻ ആ കോസ്റ്റ് എടുത്തിട്ട് അസറ്റ് ആയിട്ട് ഇട്ടു. ഡെബിറ്റ് അസറ്റ്, ക്രെഡിറ്റ് ക്യാഷ്. എന്നിട്ട് ആ അസറ്റിന് എല്ലാ വർഷവും ഞാൻ എക്സ്പെൻസിലേക്ക് തള്ളുവിടുന്നു, അതല്ലേ ഡിപ്രീസിയേഷൻ? പക്ഷെ എപ്പോഴാണ് ഞാൻ ആ ക്യാഷ് സ്പെൻഡ് ചെയ്തത്? എല്ലാ വർഷമാണോ സ്പെൻഡ് ചെയ്തത്? അല്ലല്ലോ. എപ്പോഴാണ് സ്പെൻഡ് ചെയ്തത്? ഒറ്റയടിക്ക് ഫസ്റ്റ് ഇയർ ആ സ്പെൻഡ് ചെയ്തത്, അല്ലേ? അതാണ് ഡിഫറൻസ്. അപ്പൊ അതറിയണ്ടേ? മനസ്സിലാവുന്നുണ്ടോ? കാരണം ക്യാഷ് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? അടുത്ത മാസം നമുക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുമോ? അപ്പൊ അവിടെ ബാധ്യസ്ഥൻ കേസ് വരും. അതായത് താൻ എനിക്ക് വേണ്ടി ശമ്പളം എടുത്തു, പക്ഷെ എനിക്ക് പൈസ കൊടുക്കാനില്ല. അതിനെയാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് ഷോസ് ദ ചേഞ്ചസ് ഇൻ ദ ക്യാഷ് ഫ്ലോസ് ഫ്രം 1 year to 1 year. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം വരുന്നതാണ് നോട്ട്സ്. നോട്ട്സ് ടു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. എന്താണ് ഈ നോട്ട്സ് ടു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്? Notes to financial statements gives a clear information about how you treated all the transaction in these statements. ഓരോ സ്റ്റേറ്റ്മെന്റിലെ ട്രാൻസാക്ഷൻസിനെ താൻ എങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നുള്ളതിനെ പറ്റി പറയുന്നതാണ് നോട്ട്സ് ടു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അവിടെയാണ് നമ്മൾ ഡിസ്ക്ലോഷേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഡിസ്ക്ലോഷേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ ഈ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പഠിക്കുന്നത്, ഈ സബ്ജക്ട് പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എങ്ങനെ നമ്മളുടെ കമ്പനിയിൽ വരുന്ന ട്രാൻസാക്ഷൻസിനെ, ഹൗ ദ ട്രാൻസാക്ഷൻസ് വിൽ ബി റിപ്പോർട്ടഡ് ടു സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L, statement of financial position, statement of cash flows, statement of changes in equity. ഈ ട്രാൻസാക്ഷൻസ് എല്ലാം എങ്ങനെ നമ്മൾ ഇതിലേക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതിന്റെ പഠനമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഒരു സെക്കൻഡ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ആരാണ് പറഞ്ഞു തരുന്നത്? നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള ആരാ പറഞ്ഞു തരുന്നത്?
ഇന്റർനാഷണൽ യെസ് IFRS. ഈ IFRS ആരാണ് ഇഷ്യൂ ചെയ്തത്? IASB ആണ് ഇഷ്യൂ ചെയ്തത്. ആരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ACC. അണ്ടർസ്റ്റുഡ്? ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ഈ പെർട്ടിക്കുലർ സബ്ജക്റ്റിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത്രേ ഉള്ളൂ. ആസ് പെർ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വിച്ച് ഇസ് IFRS പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എങ്ങനെ നമ്മൾ ഈ പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻസിനെ ഇതിലേക്ക് റിപ്പോർട്ട് ചെയ്തു, അതാണ് IFRS. അതാണ് ഈ പെർട്ടിക്കുലർ സബ്ജക്ട്സിൽ വി ആർ ഡീലിംഗ് വിത്ത്. അണ്ടർസ്റ്റുഡ്? റൈറ്റ്? സോ എനി IFRS താൻ പഠിച്ചാലും, എന്ത് IFRS താൻ ഇനി എന്ത് സ്റ്റാൻഡേർഡ് പഠിക്കുകയാണെങ്കിലും എന്ത് പഠിക്കുകയാണെങ്കിലും ഇതെങ്ങനെ ക്ലാസിഫൈ ചെയ്യണം, എന്തിന് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സിൽ എങ്ങനെ മെഷർ ചെയ്യണം, എവിടെ നമ്മളുടെ സ്റ്റേറ്റ്മെന്റ്സിൽ എങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യണം, ഇത് മൂന്നുമാണ് IFRS പറയുന്നത്. അത്രേ ഉള്ളൂ. നോട്ട്സ് വേണ്ട, ഞാൻ തരാം. ഓക്കെ, നോട്ട്സ് എഴുതാനൊന്നും ആയിട്ടില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞു തരികയാണ്, ബേസ് പറഞ്ഞു തരാം. അണ്ടർസ്റ്റുഡ്? ഓക്കെ. ഇനി അടുത്തത് FRനകത്ത് ഇത്രയാണ്, ഇതാണ് നമ്മൾ പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് FRന്റെ നമ്മുടെ സെക്കൻഡ് ആസ്പെക്ട് ആയിട്ടുള്ള സിലബസിനെ കുറിച്ചാണ്. എങ്ങനെയാണ് FR ഉള്ളത്? അതിനു വേണ്ടിയിട്ട് ഒരു ACC സ്റ്റുഡന്റ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ട ഒരു വെബ്സൈറ്റ് ഉണ്ട്. എന്ത് വെബ്സൈറ്റ് ആണ്? സ്റ്റഡി ഹബ് അല്ല, നമ്മളുടെ ACCയുടെ വെബ്സൈറ്റ്. സ്റ്റഡി ഹബ് മാത്രമല്ലാതെ എൻറ്റയർ ACCയുടെ വെബ്സൈറ്റും നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, സ്റ്റഡി ഹബിനകത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ, സോറി ACCയുടെ global.com പോയി കഴിഞ്ഞാൽ സ്റ്റുഡൻസിനകത്ത് പോയി കഴിഞ്ഞാൽ സ്റ്റഡി റിസോഴ്സസ് നോക്കി കഴിഞ്ഞാൽ ACC ക്വാളിഫിക്കേഷൻ, അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഈ ഇൻഫർമേഷൻസ് എല്ലാം ഒരു പെർട്ടിക്കുലർ സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വായിക്കേണ്ട ചില വൈറ്റൽ ഇൻഫർമേഷൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇൻട്രൊഡക്ഷൻ ടു ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. എന്താണ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പറയുന്നത്? കോമ്പസ് പ്ലാനിംഗ് ടൂൾ, ഇത് യൂസ് ചെയ്തിട്ടുണ്ടോ? നല്ല ടൂളാണ്, യൂസ് ചെയ്യൂ. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ, എക്സാമിനിങ് ടീം ഗൈഡൻസ്, എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് സിലബസിനെ, എങ്ങനെയാണ് നിങ്ങളുടെ എക്സാം പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യേണ്ടത്, ചില വീക്കർ ഏരിയാസിന് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള നോളജ് ഏരിയാസ്, സിലബസ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ആദ്യം വരേണ്ടത്. സിലബസിനകത്ത് there is a document called as ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിലബസ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അത്രയും ചേഞ്ച് ആയിട്ടില്ല. ഓക്കെ, ഇത് ഇവർ പറയുന്നത് കണ്ടില്ലേ, ജൂൺ 2025 വരെയാണ്. ഓക്കെ, അധികം ഒന്നും ചേഞ്ച് ആയിട്ടില്ല. ഓക്കെ, പ്രിഡോമിനന്റ്ലി ഇറ്റ്സ് റിമെയിൻസ് ദ സെയിം. കുറച്ച് മാറ്റങ്ങളെ വന്നിട്ടുള്ളൂ. ഓക്കെ, സോ അധികം പ്രത്യേകിച്ച് അങ്ങനെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഈ പെർട്ടിക്കുലർ സബ്ജക്ട് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. സിലബസിനകത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷെ പ്രിഡോമിനന്റ്ലി നമുക്ക് നോക്കേണ്ടത് ആകെ 4 പാർട്ടാണ്. 4 പാർട്സ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, വി ഹാവ് ടു ഫോക്കസ് ഓൺ 4 പാർട്സ് പഠിക്കാനായിട്ട്. പക്ഷെ ഇറ്റ് ഈസ് പ്രിഡോമിനന്റ്ലി ഡിവൈഡഡ് ഇൻ ടു 5. ഓക്കെ, ABCDE. A എന്താ പറയുന്നത്? ഡിസ്കസ് ആൻഡ് അപ്ലൈ ദ കോൺസെപ്ച്വൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, account for transaction in accordance with IFRS standards, analyze and interpret the financial statements, prepare a financial statement for a single entity and business in accordance with IFRS standards. Very simple. ആദ്യം discuss and apply the conceptual and regulatory framework. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗിന്റെ റെഗുലേഷൻ എങ്ങനെയാണ് നടന്നത്, എങ്ങനെയാണ് അതിന്റെ ബോഡി ആരൊക്കെയാണ്, IASB IFAC എന്നൊക്കെ പറഞ്ഞില്ലേ, അവരാരൊക്കെയാണ്, അതിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ആണ് പാർട്ട് എയിലുള്ളത്. പാർട്ട് എ മേജർലി കൺസിസ്റ്റ് ഓഫ് 1 or 2 ചാപ്റ്റേഴ്സ്. വെരി സിമ്പിൾ, ഒന്നുമില്ല. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പഠിപ്പിച്ച സെയിം സ്റ്റാൻഡേർഡ്സും സെയിം ചാപ്റ്റേഴ്സ് തന്നെ കുറച്ചും കൂടെ ഡീപ്പർ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ബി ഇസ് ദ മേജർ പാർട്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ബി പാർട്ടിലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബിയിലാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ പറ്റി ഫുള്ളും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താ? റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലേക്ക് എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ്
നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഹൗ ഡു വി റിപ്പോർട്ട് ദോസ് ട്രാൻസാക്ഷൻ ഇൻ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിലുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതായിരിക്കും ഡി. ഞാൻ സി അല്ല പഠിക്കാൻ പോകുന്നത്, ഡി ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഡിയിൽ എന്താണ് പറയണേ, ഈ IFRS യൂസ് ചെയ്ത് ഹൗ ക്യാൻ യു പ്രിപ്പയർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫോർ ഹൂം, ഫോർ ലയബിലിറ്റി, ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനീസ്. അണ്ടർസ്റ്റുഡ്? പ്രിപ്പയർ ചെയ്ത് മാത്രം മതിയോ? അനലൈസ് ചെയ്യണം. എന്തിനാണ് അനലൈസ് ചെയ്യേണ്ടത്? ശരിയാണോ തെറ്റാണോ എന്ന് മാത്രമല്ല, അനലൈസേഷൻ വിൽ ഓൾസോ ഇൻക്ലൂഡ്സ് അതർ ആസ്പെക്ട്സ്. എന്താണ്? ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റീസ്. ഇപ്പൊ ഒരു കമ്പനീനെ താൻ കണ്ടു, അനലൈസ് ചെയ്തു, ഒരു കമ്പനി ലോസ് മേക്കിംഗ് ആണ്. വാട്ട് ഡു യു സജസ്റ്റ്? ക്ലോസ് ഡൗൺ. കറക്റ്റ്. ആ ലോസ് മേക്കിംഗ് കമ്പനി ആണെങ്കിൽ ക്ലോസ് ഡൗൺ ചെയ്യാനായിട്ട് നമ്മൾ ആരോട് സജസ്റ്റ് ചെയ്യും? ഷെയർ ഹോൾഡേഴ്സിനോടും ബോർഡിനോട് സജസ്റ്റ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? റൈറ്റ്. ആ ഡിസിഷൻ പ്രസന്റ് ചെയ്യാനായിട്ടുള്ള ഇൻഫർമേഷൻ തന്നെ എങ്ങനെ എടുക്കണം, എങ്ങനെയുണ്ട്, എവിടെയാണ് തന്റെ ചെലവുകൾ. ഇപ്പൊ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചോദിക്കും, നമ്മുടെ എക്സ്പെൻസ് ഇൻക്രീസ് ആയിട്ടുണ്ട്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്താ പറയും? താൻ എന്തിനാ പിന്നെ അക്കൗണ്ടന്റ് ആയിട്ട് ഇരിക്കണമെന്ന് ചോദിക്കും. എവിടെയാണോ എക്സ്പെൻസ് ഇൻക്രീസ് ആയിട്ടുണ്ടെന്ന് ചോദിക്കത്തില്ലേ? റൈറ്റ്. ഇപ്പൊ തനിക്ക് വീട്ടുകാർ ഒരു 100 രൂപ തന്നു, താൻ 80 രൂപ ചെലവ് ചെയ്തു, 20 രൂപ തിരിച്ചു കൊടുത്തു. അമ്മ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താ? ഈ 80 രൂപ എവിടെ പോയി എന്നല്ലേ? അതാണ് അനലൈസേഷൻ. എവിടെ? വൈ ഡിഡ് യു സ്പെൻഡ് ദാറ്റ് മണി? എന്തിനു വേണ്ടി യു സ്പെൻഡ് ദാറ്റ് മണി? അതാണ്, ആ ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ അനലൈസേഷനിൽ പഠിക്കുന്നത്. ഓക്കെ, സോ പ്രിപ്പയർ ചെയ്താൽ മാത്രം പോരാ, അനാലിസിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് റീസെന്റ് ടൈംസിൽ അനലൈസിങ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒരു സെപ്പറേറ്റ് പാർട്ട് ആയിട്ടുള്ളത്, ഇറ്റ്സ് ബിക്കോസ് ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. 99%, എത്ര പെർസെന്റേജാ? 99%ഉം അനലൈസേഷനും ഇന്റർപ്രിട്ടേഷനെ കുറിച്ച് അവർ ചോദ്യം ചോദിക്കും. എന്താണ്? റേഷ്യോ അനാലിസിസ്. 99% ചാൻസ് ഉണ്ട് that they can ask this question. ഞാൻ 100% പറഞ്ഞാലേ, പക്ഷെ സ്കെപ്റ്റിക്കൽ ആവണം, അത്രേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? കാരണം എന്താ? ഇൻ വിച്ച് ഏജ് ആർ വി? ഡിജിറ്റൽ ഏജ്. AI ചാറ്റ് GPT യൂസ് ചെയ്യാറുണ്ടോ? യൂസ് ചെയ്യാറുണ്ട്. ജേർണൽ എൻട്രി ഫോർ അസറ്റ് പർച്ചേസ്, ചുമ്മാ അടിച്ചു നോക്ക്, ചാറ്റ് GPT ജേർണൽ എൻട്രി തരും. IFRS 15 എന്താണെന്ന് ചുമ്മാ ചാറ്റ് GPTയോട് ചോദിച്ചോളൂ, ചാറ്റ് GPT ഫുള്ള് ഡേറ്റ, ഫുള്ള് സാധനം തരും. We are in an age of automation, AI, robotics, Excel automation, മറിച്ച് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞ് ഇല്ലാത്ത സാമാനങ്ങൾ ഒന്നും ഇല്ല നമുക്ക്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിനുള്ള കുഴപ്പം എന്താ? റോബോട്ട് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യും, തനിക്ക് സമയം എടുക്കും അല്ലെ? മനുഷ്യന്മാർക്ക് ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം. ഫോർ റോബോട്ട്സ് ഇറ്റ്സ് ഈസി, റൈറ്റ്? അപ്പൊ എന്ത് സംഭവിക്കും? നമ്മളുടെ ജോലി ഉണ്ടാവോ? ഇല്ല, ജോലിയുടെ സാധ്യതകൾ കുറയും. കറക്റ്റ്. പക്ഷേ റോബോട്ട് ക്യാൻ നെവർ ടേക്ക് അനലിറ്റിക്കൽ ഡിസിഷൻസ്. എന്തൊക്കെ പറഞ്ഞാലും ഒരു ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ആരായിരിക്കും? ഹ്യൂമൻസ് ആയിരിക്കും. കാരണം ആരാണ് റോബോട്ടിനെ ക്രിയേറ്റ് ചെയ്തത്? സോ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഈ പെർട്ടിക്കുലർ സംഭവം, പ്രിപ്പറേഷൻ ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് സിംഗിൾ എൻറ്റിറ്റി ആൻഡ് ബിസിനസ് കോമ്പിനേഷൻ, കൺസോളിഡേഷൻ പഠിച്ചിട്ടില്ലേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്? ആ 2 ചാപ്റ്റേഴ്സും ഒന്നിന് ഉപരിയാണ് മറ്റൊന്ന്. ചിലപ്പോൾ ഒരു ചാപ്റ്ററിൽ ഒരു പ്രാവശ്യം ഒരു എക്സാമിനേഷൻ സെന്റർ, ഒരു എക്സാമിനേഷൻ ടൈമിൽ കൺസോളിഡേഷൻ ആയിരിക്കും വരിക, മറ്റേ എക്സാമിനേഷന് സിംഗിൾ എൻറ്റിറ്റി ആയിരിക്കും വരിക. ഒന്നെങ്കിൽ പ്രിപ്പയർ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ്സ്, അല്ലെങ്കിൽ പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫോർ സിംഗിൾ എൻറ്റിറ്റി. ഇത് രണ്ടും മാറ്റി മാറ്റിയായിരിക്കും ചോദിക്കുന്നത്. അപ്പോ അനലൈസേഷൻ കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ്. കാരണം 99% ഇറ്റ് വിൽ ആസ്ക്. ഈ പെർട്ടിക്കുലർ സാധനം 50% ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ either they will ask single entity or they will ask consolidation. Okay, majority of the time. ചിലപ്പോൾ രണ്ടും ഇത് വരാതെ ഇത് വരാം, പക്ഷെ വെരി വെരി ലെസ് പ്രോബ്ലം. മനസ്സിലാവണം എന്തുകൊണ്ടാണ് അനലൈസേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ്? ആസ് ഐ ടോൾഡ് യു, ഒരു സ്റ്റാൻഡേർഡ് പഠിച്ച് അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കണ്ട് അത് എങ്ങനെ അനലൈസ് ചെയ്യണം എന്ന് പറയുന്നത് ഒരു ഹ്യൂമന്റെ കേപ്പബിലിറ്റിയാണ്. ആ അനലൈസേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. റൈറ്റ്? ചുമ്മാ നമുക്ക് ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യുന്നതാണോ നമ്മുടെ ACCയുടെ ജോലി? അല്ല.
കമ്പനിയുടെ CFO, കറക്റ്റ്, കമ്പനിയുടെ CEO, ഫിനാൻസ് ഡയറക്ടർ, അങ്ങനെയല്ലേ ആവേണ്ടത് നമ്മൾ. ഓഡിറ്റർ, പാർട്ട്ണർ, ഓഡിറ്റ് പാർട്ട്ണർ, ഈ ലെവലിലേക്കല്ലേ നമ്മൾ പോകേണ്ടത്. ഇവരൊക്കെയാണ് അൾട്ടിമേറ്റ് ഡിസിഷൻ അതോറിറ്റീസ്. ചുമ്മാ അക്കൗണ്ടന്റ് പോലെയാണോ നമ്മൾ പഠിക്കുന്നത്? അല്ല. ബികോംകാർക്ക് സാധാ ഗ്രാജുവേറ്റ്സിന് ഇത് മതിയാവും, പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചാൽ മാത്രം മതി. കാരണം എന്താ, അവർ ആ ലെവലിലേ വരുള്ളൂ. ദേ ഡോണ്ട് ഗെറ്റ് ദ സൈനിങ് അതോറിറ്റി. ബട്ട് നമുക്കോ, വി ആർ ഗെറ്റിംഗ് ദ സൈനിങ് അതോറിറ്റി, നോട്ട് ഇൻ ഇന്ത്യ ബട്ട് വേരിയസ് അതർ കൺട്രീസ്. യു അണ്ടർസ്റ്റുഡ്? സോ അവിടെ അനലൈസേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഈ അനലൈസേഷൻ നമ്മൾ ACCA പഠിക്കുന്ന എല്ലാ സബ്ജക്ട്സിലും ഉണ്ട്. ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ റേഷ്യോ അനാലിസിസ് ഉണ്ട്, പെർഫോമൻസ് മാനേജ്മെന്റിൽ റേഷ്യോ അനാലിസിസ് ഉണ്ട്, ഓഡിറ്റിൽ ഓഡിറ്റ് റിസ്ക് റേഷ്യോ അനാലിസിസ് ഉണ്ട്, SBL റേഷ്യോ അനാലിസിസ് ഉണ്ട്, SBR അനാലിസിസ് ഉണ്ട്, അനലൈസിംഗ് ദ സ്റ്റാൻഡേർഡ്സ്, അനലൈസിംഗ് ദ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ്, AAA റേഷ്യോ അനാലിസിസ് ഉണ്ട്, AFM റേഷ്യോ അനാലിസിസ് ഉണ്ട്, APM റേഷ്യോ അനാലിസിസ് ഉണ്ട്. അനലൈസിംഗ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞ സ്കിൽ സെറ്റ് ഇസ് വൈറ്റൽ ഫോർ ACCA. അണ്ടർസ്റ്റുഡ്? എല്ലാ കുട്ടികളും ആർ വെരി സ്ട്രോങ് ഇൻ 1, 2, 3 aspects. They ignore this aspect. അതുകൊണ്ട് 25 മാർക്ക് എപ്പോഴും പിള്ളേരുടെ ക്വസ്റ്റ്യൻ മാർക്കിലാണ് കിടക്കുന്നത്. If you are strong in this aspect, this is a cakewalk for you. ഇതൊരു സിമ്പിൾ ആണ്. അനലൈസേഷൻ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഈസിയാണ്. കാരണം അനലൈസേഷൻ ഓൾവേസ് ക്വസ്റ്റ്യനബിൾ. റൈറ്റ്? അവസാനം ഉള്ളതാണ് എംപ്ലോയബിലിറ്റി ആൻഡ് ടെക്നോളജിക്കൽ സ്കിൽസ്. ഇതെങ്ങനെ നമ്മൾ പഠിക്കും? അതാണ് ഞാൻ എഴുതിയത്. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ പെർട്ടിക്കുലർ ചാപ്റ്റേഴ്സിലൂടെ എങ്ങനെയാണ് ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു. റൈറ്റ്? ഹൗ ഡു യു പ്രസന്റ് ദാറ്റ് ഫിനാൻഷ്യൽ, ഒരു ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻ അൾട്ടിമേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യണേ ഞാൻ പഠിപ്പിച്ചു. എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യണത് ഞാൻ പഠിപ്പിച്ചു. എക്സലിന്റെ സ്കിൽ സെറ്റ്സ് ഞാൻ പഠിപ്പിച്ചു. ടെക്നോളജിക്കൽ സ്കിൽ സെറ്റ്സ് ഞാൻ പഠിപ്പിച്ചു. എന്തൊക്കെ ടെക്നോളജി ഉണ്ട് ഇതെല്ലാം ഐ ആസ് എ ലെക്ചറർ വിൽ പ്രസന്റ് ചെയ്യും. ആൻഡ് അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ഒബ്ജക്റ്റീവും അതായിരിക്കണം. ഒരു സംഭവം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽ ലൈഫിൽ അത് എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളതിന്റെ ടെക്നോളജി ആൻഡ് എംപ്ലോയബിലിറ്റി സ്കിൽസ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അണ്ടർസ്റ്റുഡ്? ക്ലിയർ? റൈറ്റ്? ഓക്കെ. ഓക്കെ, ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇതാണ് മേജർ ഓഫ് ദ സിലബസ് വരുന്നത്. ആസ് ഐ ടോൾഡ് യു, പാർട്ട് എയിൽ ആകെ കുറച്ച് ചാപ്റ്റേഴ്സേ ഉള്ളൂ. ചാപ്റ്റർ 1 to 3, 4 ചാപ്റ്റേഴ്സ് അല്ലാതെ അതെല്ലാം ഒരു 1 or 2 ചാപ്റ്റേഴ്സിൽ കൺഫൈൻഡ് ആണ്. അക്കൗണ്ടിങ് ഫോർ ട്രാൻസാക്ഷൻസിലാണ് ഇതെല്ലാം അതിന്റെ സ്റ്റാൻഡേർഡ്സ് വരുന്നത്. ഈ വരുന്നതെല്ലാം, സോ ഓൾ ദീസ് സ്റ്റാൻഡേർഡ്സ് ആർ വിത്തിൻ ചാപ്റ്റർ പാർട്ട് ബി. ഓക്കെ, പിന്നെ ഉള്ളതാണ് പാർട്ട് എ, പാർട്ട് സി, പാർട്ട് സി which is limitation, which is ratio analysis, അല്ലേ? ratio analysis. പാർട്ട് ഡിയിൽ പ്രിപ്പറേഷൻ, മറ്റേതിലുള്ള എംപ്ലോയബിലിറ്റി സ്കിൽസ്, യൂസിങ് ഓഫ് കമ്പ്യൂട്ടർ ടെക്നോളജി, വർക്ക് ഓൺ റെലവെന്റ് റെസ്പോൺസ് ക്വസ്റ്റ്യൻസ്. എങ്ങനെയാണ് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ സിയിൽ ഹൗ ആർ യു റെസ്പോണ്ടിങ് അവരത് നോക്കും. ഓക്കെ, നിങ്ങൾ ഫോർമുലാസ് യൂസ് ചെയ്യുന്നുണ്ടോ നോക്കും, ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ടോ നോക്കും, ഇൻഫർമേഷൻ നിങ്ങൾ പറയുന്ന ഇൻഫർമേഷൻ ക്ലിയർ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ടോ അവർ നോക്കും. ഇത് നിങ്ങൾ വെറുതെ വായിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു സ്കിൽ സെറ്റ് അല്ല ഇത്. ഇത് ആരാ പഠിപ്പിച്ചിട്ടുണ്ട്? ആസ് എ ലെക്ചറർ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചത്. നിങ്ങളുടെ ആൻസേഴ്സ് ഞാൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ ഒരു ആസ്പെക്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ വെൻ യു ആർ സ്റ്റഡിങ് ഫ്രം മീ യു വിൽ ഗെറ്റ് ദിസ് ലേണിംഗ്. അണ്ടർസ്റ്റുഡ്? വിത്തൗട്ട് യു ഇറ്റ്സെൽഫ് നോയിങ് യു വിൽ ബി റെഡി ഫോർ ദ ജോബ്. അണ്ടർസ്റ്റുഡ്? ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് ഓൾ ഇതൊക്കെ വായിച്ചിട്ട് അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ഇതാണ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചേഞ്ചസ് കഴിഞ്ഞ സെമസ്റ്റർ തൊട്ട് ഈ സെമസ്റ്ററിൽ വന്നേക്കുന്ന ചേഞ്ചസ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഈ ചേഞ്ചസ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ഇതിനകത്ത് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെരി സിമ്പിൾ സ്മോൾ ചേഞ്ചസ് ആണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. നമ്മൾ ലേറ്റസ്റ്റ് സിലബസും ലേറ്റസ്റ്റ് മെറ്റീരിയൽസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ യു ഡോണ്ട് നീഡ് ടു വറി ഓൺ ദാറ്റ് ആസ്പെക്ട്. ഓക്കെ,
ചെറിയ ചെറിയ മൈനർ ഗ്രാമാറ്റിക്കലും മറ്റേ ചേഞ്ചസും കുറച്ചും കൂടെ ക്ലാരിറ്റി കൂട്ടി എന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് മേജർ ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, നൗ എക്സാമിനേഷൻ. ഓക്കെ, ദിസ് ഇസ് വെരി വൈറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. FR എന്ന് പറഞ്ഞ എക്സാമിനേഷൻ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്? ഓക്കെ, FR എന്ന് പറയുന്നത് ഒരു 3 hour എക്സാമിനേഷൻ ആണ്. ആൻഡ് ഇറ്റ്സ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ. ഓക്കെ, സോ മോർ ദാൻ നോട്ട്സ്, ബ്രിങ് യുവർ ലാപ്ടോപ്സ്. ലാപ്ടോപ്പ് ഉണ്ടോ? ലാപ്ടോപ്സ് കൊണ്ടുവരിക. നമ്മുടെ ഓഫ്ലൈൻ നമ്മുടെ ക്ലാസ്സസിൽ ഇതുണ്ട്, സിസ്റ്റം ഉണ്ട്, സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റം ഉണ്ട്. പ്രാക്ടീസ് ചെയ്യുന്നത് ലാപ്ടോപ്പ് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ യു ഷുഡ് പ്രാക്ടീസ് ഇൻ യുവർ സിസ്റ്റം. കഴിയുന്നതും സിസ്റ്റംസ് മേജർ ആയിട്ട് യൂസ് ചെയ്യുക. നോട്ട്സ് യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ലാപ്ടോപ്സ് യൂസ് ചെയ്യുക. ചെറിയ ചെറിയ ഹാൻഡ് നോട്ട്സ്, ലെക്ചർ നോട്ട്സ് എഴുതാൻ മാത്രം കയ്യിലുള്ള ഹാൻഡ് റിട്ടൺ നോട്ട്സ് എഴുതിയാൽ മതി. ബട്ട് predominantly use the laptops. Okay, because I will also be using the laptop. Clear? Because it is what? It is a computer based examination. Understood? Typing speed very mandatory. Because typing speed improve ചെയ്താലേ നമ്മുടെ ഇത് കൂടുതൽ സ്കില്ല് കൂടുതൽ. ഓക്കെ, ടൈപ്പിംഗ് സ്പീഡ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ ഹെൽപ്പും ചെയ്യാം. ഓക്കെ, നമ്മൾ ക്ലാസ് കഴിഞ്ഞ ഒരു 15 to 20 minutes I will give you something to type. ഓക്കെ, അപ്പൊ ടൈപ്പ് ചെയ്ത് വരുമ്പോൾ തന്നെ സ്പീഡ് ഇൻക്രീസ് ആയിപ്പോകും. ഓൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൽസറി. ഓൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൽസറി. ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, എല്ലാം കമ്പൽസറി ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, നമ്മളുടെ എക്സാമിനേഷൻ ആർ ഡിവൈഡഡ് ഇൻടു 3 സെക്ഷൻസ്. ഓക്കെ, നമ്മുടെ എക്സാമിനേഷൻ ആർ ഡിവൈഡഡ് ഇൻടു 3 സെക്ഷൻസ്. എക്സാം 3 സെക്ഷൻസ് ഉണ്ട്. നമ്പർ 1 എന്ന് പറയുന്നതാണ് സെക്ഷൻ എ. നമ്പർ 2 ഓക്കെ സെക്ഷൻ ബി. ആൻഡ് നമ്പർ 3 സെക്ഷൻ സി. ഓക്കെ, സെക്ഷൻ എ ആൻഡ് ബി. സെക്ഷൻ എ ആൻഡ് ബി predominantly objective type ആണ്. Objective. Okay, section A consists of 15 numbers of objective questions into ഒരു objective question എത്ര മാർക്കാ? 2 മാർക്ക്. So total എത്ര മാർക്സ് ആയി? 30 marks. Section B consists of 3 scenarios. അവർ 3 scenarios തരും. Okay, 3 scenarios. Each scenario, okay, which is scenario 1, എത്ര questions ഉണ്ടാവും? 5 questions ഉണ്ടാവും. 5 numbers. Again എത്ര മാർക്ക് ആയിരിക്കും? 2. അപ്പൊ എത്ര മാർക്കായി? 10. Okay, 10. Okay, scenario 2 എത്ര ഉണ്ടാവും? 5 questions, 5 numbers into 2 എത്ര? 10. Scenario 3 എത്ര ഉണ്ടാവും? സെയിം 5 number of questions into 2 എത്ര? 10. So total എത്ര മാർക്സ് ആയി? 30 marks. Okay, so total 30 plus 30 എത്ര മാർക്സ് ആയി? total 60 marks. ഈ 60 marks are okay ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ തന്നെ 2 തരങ്ങളുണ്ട്. ഓക്കെ, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ തന്നെ 2-3 തരങ്ങളുണ്ട്. ഓക്കെ, one is MCQ എന്ന് വെച്ചാൽ എന്താ? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻ തരും, അതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഓക്കെ, 2 MTQs, മൾട്ടിപ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. മൾട്ടിപ്പിൾ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ആൻസേഴ്സ് തനിക്ക് ഉണ്ടാവും. 4 എണ്ണത്തിൽ 2 ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറയും, 3 ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറയും. ചിലപ്പോൾ മാച്ച് ആൻഡ് ഫൈൻഡ് പറയും. ഇത് ഇതിലേക്ക് മാച്ച് ചെയ്യാം, മറ്റേതിലേക്ക് മാച്ച് ചെയ്യാൻ പറയും. തേർഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ റീസെന്റ് ആയിട്ട് വന്ന സാധനങ്ങളാണ്. എന്ത് സാധനമാണെന്ന് അറിയോ? ഇൻപുട്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഇൻപുട്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൻസർ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആൻസർ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ടൈപ്പ് ചെയ്ത് ഇതിലേക്ക് കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ്സ് വാട്ട് മേക്സ് സെക്ഷൻ എ ആൻഡ് ബി ചലഞ്ചിങ്. ഏറ്റവും കൂടുതൽ ചലഞ്ച് സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്നത് ഇൻപുട്ട് ബേസിലാണ്.
എന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫോർമാറ്റ്. There are students who have lost more than 15 marks because input ചെയ്യുമ്പോൾ തെറ്റായിട്ട് ഇൻപുട്ട് ചെയ്തു. ആൻസർ പറയും ഇൻപുട്ട് ഇൻ ഹോൾ നമ്പേഴ്സ്, മുഴുവനായിട്ടുള്ള നമ്പറിൽ ഇൻപുട്ട് ചെയ്യാന്ന് പറയും. കുട്ടികൾ എന്ത് ചെയ്യും? റൗണ്ട് ചെയ്തിട്ട് പറയും. ആൻസർ പറയും റൗണ്ട് ടു ദ നിയറസ്റ്റ് 1000 എന്ന് പറയും. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യും? 1000ലേക്ക് ചെയ്യത്തില്ല, ഹോൾ നമ്പർ ആയിട്ട് വരും. നിങ്ങൾ ഇൻപുട്ട് ചെയ്യുന്ന നമ്പറും ACCയുടെ ആൻസറും ശരിയാണെങ്കിൽ മാത്രമേ യു വിൽ ഗെറ്റ് ദ മാർക്സ്. ചിലവർ പറയും, ചില സമയത്ത് പറയും ഇൻപുട്ട് ടു നിയറസ്റ്റ് മില്യൺസ്. So if you are getting 1.5 million, you have to write it as 1.5. You should not write 1. ഇങ്ങനെ എഴുതരുത്, ഇങ്ങനെ എഴുതരുത്. കാരണം എന്താ? It is not in millions. When it says 1.5, you have to write it as 1.5. ഇങ്ങനെ വേണം എഴുതാൻ. ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഫുൾ നമ്പേഴ്സ് എഴുതണം, ഫുൾ ഡിജിറ്റ്സ് എഴുതണം. ഡെസിമൽസ് എന്ന് പറയുമ്പോൾ 2 ഡെസിമൽസിലേക്ക് കാണിക്കാൻ പറയും, 3 ഡെസിമൽസിലേക്ക്. അപ്പൊ 3 ഡെസിമൽസോ 2 ഡെസിമൽസോ മാത്രമേ ഇൻപുട്ട് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ, which is 23.25. ഓക്കെ, 23.256 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ആൻസർ തെറ്റിപ്പോകും. മനസ്സിലാവുന്നുണ്ടോ? സോ 23.256 എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ആസ് 23.26. ദിസ് ഇസ് 2 ഡെസിമൽ. കുട്ടികൾ എന്ത് ചെയ്യും? ഇങ്ങനെ എഴുതും. റോങ്. 2 മാർക്ക് പോയി. മനസ്സിലാവുന്നു? ഇതെങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളതും ഇതിന്റെ മിസ്റ്റേക്സ്, കോമൺ മിസ്റ്റേക്സും ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ACC നമ്മുടെ BGD തന്നെ. ആ ലിങ്ക് ഞാൻ അയച്ചുതരാം. യു ക്യാൻ ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് ബി കെയർഫുൾ. ഇതാണ് നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നത്. റിവിഷൻ കിറ്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോണേ? ആൻസർ കണ്ടുപിടിച്ച് തരും. പക്ഷെ ആൻസർ ഇൻപുട്ട് ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെ തന്നെ ഇൻപുട്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇനി നോക്കിക്കോ. ഓക്കെ, ഇത് കഴിഞ്ഞില്ലേ? ഇത് മനസ്സിലായില്ലേ? ഇനി വരുന്നത് സെക്ഷൻ സിയിലാണ്. സെക്ഷൻ സി ഇസ് കംപ്ലീറ്റ്ലി എന്താണ്? റിട്ടേൺ ബേസ്ഡ് ആണ്. റിട്ടേൺ ബേസ്ഡ്. സെക്ഷൻ സിനകത്ത് 2 സിനാരിയോ ഉണ്ട്, സിനാരിയോ 1 ആൻഡ് സിനാരിയോ 2. ഓക്കെ, സിനാരിയോ 1 ഓർ സിനാരിയോ 2. ഓക്കെ, പ്രിഡോമിനന്റ്ലി ഈ സിനാരിയോസ് ഒരു സിനാരിയോ റേഷ്യോസ് ആവാനാണ് ചാൻസ്, വിച്ച് ഇസ് അനലൈസിംഗ് ഇന്റർപ്രിട്ടേഷൻ. രണ്ടാമത്തെ സിനാരിയോ കൺസോളിഡേഷൻ അല്ലെങ്കിൽ എന്തായിരിക്കും? സിംഗിൾ എൻറ്റിറ്റിയിലായിരിക്കും. പ്രിഡോമിനന്റ് മെജോറിറ്റി ഓഫ് ദ ടൈം ഇങ്ങനെയാണ് വരാറ്. കൺസോളിഡേഷനും സിംഗിൾ എൻറ്റിറ്റി മാറ്റി മാറ്റിയാണ് ചോദിക്കാറ്. റേഷ്യോസ് കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അണ്ടർസ്റ്റുഡ്? ക്ലിയർ ആയില്ലേ? കോൺസെപ്റ്റ് ക്ലിയർ ആയോ മോനെ? ഇത് എത്ര മാർക്കിനാണ്? 2 സിനാരിയോ, ഇറ്റ് കുഡ് ബി 25 and 25. 25 മാർക്സ്, 25 മാർക്സ്. ചിലപ്പോ 30 മാർക്സ് ആൻഡ് 20 മാർക്സ് അങ്ങനെയും വരാം. സോറി, 30 മാർക്സ് ഇല്ല, 30, 25, സോറി 25, 25 അല്ല, മൈ മിസ്റ്റേക്ക്, എന്റെ തെറ്റാണത്. ഇറ്റ്സ് നോട്ട് 25, 25, 20, 20, 60 അല്ലേ ഉള്ളൂ. 20, 20, 20 മാർക്സ് ആൻഡ് 20 മാർക്സ്. ചില സമയത്ത് സിനാരിയോ 1 25 അല്ലെങ്കിൽ സിനാരിയോ 2 25 സിനാരിയോ 2 വന്നിട്ട് 15 ആവാം. ഒന്നെങ്കിൽ 20, 20 അല്ലെങ്കിൽ 15, 25 അങ്ങനെയും വരാം. മനസ്സിലാവുന്നുണ്ട്? അത് നമ്മളെ ബോധർ ചെയ്യുന്നില്ല. അൾട്ടിമേറ്റ്ലി നമ്മുടെ റിക്വയർമെന്റ് എന്താ? ആ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകും. അതായിരിക്കും നമ്മുടെ. സോ സിനാരിയോ സി വിൽ ബി ഫോർ ഹൗ മെനി മാർക്സ്? 40 മാർക്സ്. ഓക്കെ, ഇത് രണ്ടും കൂടെ ചേർത്താലാണ് ടോട്ടൽ വരുന്നത് എത്ര? 100 മാർക്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്തിനാണ്? സെക്ഷൻ എ ആൻഡ് ബി. സെക്ഷൻ എ ആൻഡ് ബി. എന്തുകൊണ്ടാണ്? സെക്ഷൻ എ 60 മാർക്സ്. ഈ 60 മാർക്കിൽ ഇഫ് യു സ്കോർ അബവ് 40, 100% യു വിൽ ഹാവ് ദ ചാൻസ് ടു പാസ്. കാരണം എന്താ? സിനാരിയോ ബേസിൽ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും എന്തായാലും പാസ്സാവും. അപ്പൊ നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് 60 മാർക്സിൽ നമ്മൾ മോർ ദാൻ 50 മാർക്സ്. നമ്മുടെ ടാർഗറ്റ് എന്തായിരിക്കണം? അവർ ടാർഗറ്റ് ഇതാണ്. നെക്സ്റ്റ് നമ്മളുടെ ടാർഗറ്റ് ഈ സെമസ്റ്റർ സെപ്റ്റംബർ എക്സാം എഴുതുമ്പോൾ നമ്മളുടെ ടാർഗറ്റ്
സെക്ഷൻ എ ആൻഡ് ബി എത്ര മാർക്ക് മോർ ദാൻ സ്കോർ ചെയ്യണം? എബവ് 50 മാർക്സ് ഗ്രേറ്റർ നമുക്ക് മാർക്ക് ഉണ്ടാവണം. സെക്ഷൻ സി സ്കോർ ചെയ്യുമ്പോൾ എത്ര ഉണ്ടാവണം? മോർ ദാൻ 30 മാർക്സ് നമ്മൾ സ്കോർ ചെയ്യണം. വിച്ച് മീൻസ് നമ്മളുടെ ടാർഗറ്റ് എന്താ? ടോട്ടൽ 80 മാർക്സിന് എബവ് ആയിരിക്കണം നമ്മളുടെ സ്കോർ. അണ്ടർസ്റ്റുഡ്? നമ്മളുടെ സ്കോർ 80 ആണ്. റൂൾ ഓഫ് 80 ഫോളോ ചെയ്യും. പക്ഷേ 80 മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര മാർക്കിന് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം? തികച്ചും we have to attempt it for 100 marks. Understood? So നമ്മുടെ ടാർഗറ്റ് എന്താ? Not 80. 100 മാർക്കിൽ 100ൽ 100 ഇതാണ് നമ്മുടെ ടാർഗറ്റ്. 100 ഔട്ട് ഓഫ് 100. ഇതിലേക്കാണ് നമ്മൾ എത്തിച്ചേരാൻ പോകുന്നത്. 100 ഔട്ട് ഓഫ് 100. This is our target. Okay? ഇതാണ് നമ്മുടെ ഗോൾ. ഇതാണ് നമ്മുടെ എയിം. Because 100 മാർക്സ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, 100 മാർക്സ് നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ chances of you passing the paper are very 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 high. മനസ്സിലാവുന്നുണ്ടോ? 80 മാർക്സിനെ താൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 50% എടുക്കും, 40 കിട്ടുള്ളൂ. 70 മാർക്സിനാണെങ്കിൽ 50%, 35 കിട്ടത്തുള്ളൂ. 100 മാർക്കിന് എഴുതിയാലോ 50%, 50 എങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ? സോ 100 മാർക്കിന് എഴുതിയാലേ 100 പാസ്സാവും. സോ 100 is our object. Understood? ആൻഡ് നമ്മൾ സ്കോർ ചെയ്യാൻ പോകുന്നത് എത്രയാണ്? മോർ ദാൻ 80. അതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ ഫോക്കസ് ഏരിയ? സെക്ഷൻ എ ആൻഡ് ബി. എല്ലാ ക്വസ്റ്റ്യൻസ് ഓഫ് സെക്ഷൻ എ ആൻഡ് ബി വി ഷുഡ് ഹാവ് പ്രാക്ടീസ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഓഫ് സെക്ഷൻ സി പ്രാക്ടീസ് ചെയ്തിരിക്കണം. പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്തിരിക്കണം. 3 മോക്ക് എക്സാംസ് എക്സാമിന് മുമ്പ് ചെയ്തിരിക്കണം. 2 എണ്ണം ഐ വിൽ ഇവാലുവേറ്റ്, 1 എണ്ണം സെൽഫ് ഇവാലുവേഷൻ. കാരണം സ്വയമായിട്ട് ഇവാലുവേറ്റ് ചെയ്താലേ പഠിക്കുള്ളൂ. ഒബ്ജക്റ്റീവ് ടൈപ്പ് മോക്ക് ഒരെണ്ണം ഉണ്ടാവും. ടോട്ടൽ എത്ര മോക്ക് കിട്ടും നിങ്ങൾക്ക്? 4. ഈ 4 മോക്കും ചെയ്തിരിക്കണം. മസ്റ്റ് ആണ്. There is compulsory that you have to do this mock. Understood? ഇത് കൂടാതെ സ്റ്റഡി ഓഫ് ക്വസ്റ്റ്യൻസ്, എക്സാം കിറ്റ് ക്വസ്റ്റ്യൻസ് ക്ലാസ്സസ് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് വീട്ടിൽ പോകണ്ട. ഇവിടെ ഇരുന്ന് ചെയ്തിട്ട് വീട്ടിൽ പോയാൽ മതി. ഓക്കെ? വൈകുന്നേരം കഴിഞ്ഞാൽ വീണ്ടും വരാം. 11 മണി വരെ സെന്റർ ഓപ്പൺ ആണ്. ഓക്കെ? നിങ്ങൾക്ക് വന്ന് ഇരുന്ന് പഠിക്കാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ സ്റ്റഡി ഗൈഡ്സ് ഉണ്ടാവും. അവർ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനും സാധ്യതകളുണ്ട്. സ്റ്റഡി ഗൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റേഴ്സ് പോലെ. സോ അവര് വന്നിട്ട് നിങ്ങളെ കൊണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും, ചെയ്യിപ്പിക്കും. എവിടെയാണോ തെറ്റ് അത് പറഞ്ഞു തരും. അണ്ടർസ്റ്റാൻഡ്? ഇതും ഉണ്ടാവും. ക്ലിയർ അല്ലേ? വെരി ഗുഡ്, വണ്ടർഫുൾ. ഓക്കെ? ഇതാണ് സംഭവങ്ങൾ വരുന്നത്. സോ കണ്ടോ? നോക്കി, ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ? ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് മറ്റ് സിലബസ് ആയിട്ടുള്ള ലിങ്കേജ് ആണ്. ബിസിനസ് ലോ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗിലേക്ക് ഉണ്ട്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഓഡിറ്റ് ആൻഡ് അഷുറൻസിലേക്ക് പോകുന്നുണ്ട്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് SBR പോകുന്നുണ്ട്. SBL പോകുന്നുണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്നാണ് FR വരുന്നത്. നമ്മൾ ACCL പഠിക്കുന്ന അപ്രോക്സിമേറ്റ്ലി 40 to 50% ഓഫ് ദ സിലബസിലും ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഉണ്ട്. That makes this particular subject vital for us. Very important step. Understood? So ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഈസി ആണ്. എന്താ പറയാ, അതിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത പിള്ളേരാണ് അധികം നന്നായിട്ട് പഠിക്കുക. ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള സബ്ജക്ട്സ് പെട്ടെന്ന് പാസ്സാകാൻ പറ്റും. ഓക്കെ? പാസ് പെർസെന്റേജ് 50%. ഓക്കെ? 3 hours ഡ്യൂറേഷൻ ഉണ്ടാവും. 15 minutes റീഡിംഗ് ടൈം ഉണ്ടാവും. ഓക്കെ? ഇതൊക്കെ നോർമൽ ആണ്. ഓക്കെ? ദിസ് ആർ ഓൾ നോർമൽ. ഇതൊക്കെ വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം. ഇത്രേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യത്തിലേക്ക് ഞാൻ അധികം കടക്കുന്നില്ല. ഓക്കെ? ACCS കണ്ടന്റ് പാർട്ട്നേഴ്സ് ആർ BPP ആൻഡ് ലേണിംഗ് മീഡിയ. അവർ അവരുടെ ഓൺ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ACCക്ക് എന്തുണ്ട്? ACCക്ക് എന്തുണ്ട്? സ്റ്റഡി ഹബും ഉണ്ട്. സ്റ്റഡി ഹബും യൂസ് ചെയ്യാം. ഓക്കെ? ക്ലിയർ? ഇനി നമുക്ക് വരാൻ പോകുന്നത് ലാസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന മെറ്റീരിയൽസ്. ഓക്കെ? അതാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്ന മെറ്റീരിയൽ ആണ് വൈറ്റൽ സോഴ്സിന്റെ BPPയുടെ ബുക്സ്. ഓക്കെ? ഇതാണ് വർക്ക് ബുക്ക് വരുന്നത്. ഓക്കെ? ഇത് കണ്ടോ? പ്രിഡോമിനന്റ്ലി ഇൻട്രൊഡക്ഷൻ. ഞാൻ കണ്ടന്റ്സ് കാണിച്ചു തരാം. കണ്ടന്റ്സ്
ഇങ്ങനത്തെ ഒരു ആപ്പ് വഴിയായിരിക്കും നിങ്ങൾക്ക് ഈ പെർട്ടിക്കുലർ ബുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക. ഇതിൽ നിന്ന് റിഡീം ചെയ്താൽ മതി. വെരി സിമ്പിൾ ആണ്, അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഇതിന്റെ പല ഗുണങ്ങളുണ്ട്. കാരണം നിങ്ങൾക്ക് ഇതിനെ ഹൈലൈറ്റ് ചെയ്യാം, ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാം, ഡയറക്റ്റ് ലിങ്കിലേക്ക് പോവാം. മനസ്സിലാവുന്നുണ്ട്? പല ഗുണങ്ങളുണ്ട്. അപ്പൊ ഇത് നോക്കിയേ, എന്തൊക്കെയാണുള്ളത്? ഓരോ സെക്ഷനും അതിന്റെ അനുസരിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിട്ട് വേർതിരിച്ചിട്ടുണ്ട്. റവന്യൂ, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഫുൾ അവർ വേർതിരിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, നമ്മൾ ഒരു ക്രോണോളജിക്കൽ ഓർഡറിലൂടെയായിരിക്കും പോകുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് ഫസ്റ്റ് പാർട്ട് തന്നെ കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്, റെഗുലേറ്ററി ഫ്രെയിംവർക്കും 1 to 5 അതായിരിക്കും ആദ്യത്തെ 5 ചാപ്റ്റർ നമ്മൾ തീർക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റവന്യൂ തീർത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സും ലീസിംഗിലേക്ക് പോകും. കൺസോളിഡേഷൻ ഇപ്പൊ നമ്മൾ ടച്ച് ചെയ്യത്തില്ല. ഫുൾ ഇത് തീർത്തതിന് ശേഷം സിംഗിൾ എൻറ്റിറ്റി ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കൺസോളിഡേഷനിലേക്ക് പോകത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനീഷ്യലി കൺസോളിഡേഷൻ നേരത്തെ പഠിപ്പിക്കാൻ നോക്കുമായിരുന്നു. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസോളിഡേഷന്റെ ചില കാര്യങ്ങൾ സ്റ്റാൻഡേർഡ്സിലുണ്ട്. കൺസോളിഡേഷൻ എന്ന് വരുന്ന ചില കാര്യങ്ങൾ സ്റ്റാൻഡേർഡ്സിലുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന്റെ കുറച്ച് കാര്യങ്ങൾ കൺസോളിഡേഷനിൽ വരും. അപ്പോൾ പിള്ളേർക്ക് അത് മനസ്സിലാവത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ തന്നെ ആദ്യം സിംഗിൾ എൻറ്റിറ്റി പ്രിപ്പയർ ചെയ്ത് പഠിക്കും. അത് കഴിഞ്ഞാൽ കൺസോളിഡേറ്റ് ചെയ്യാൻ പഠിക്കാമല്ലോ, എളുപ്പമല്ലേ? മനസ്സിലാവുന്നുണ്ടോ? റൈറ്റ്, ഇങ്ങനെയായിരിക്കും നമ്മളുടെ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, സോ സിംഗിൾ എൻറ്റിറ്റി ആദ്യം സ്റ്റാൻഡേർഡ്സ് മൊത്തം പഠിച്ചതിന് ശേഷം നമ്മൾ ഇതിലോട്ട് പോകും, സിംഗിൾ എൻറ്റിറ്റിയുടെ പ്രിപ്പറേഷനിലേക്ക് പോകും. അത് കഴിഞ്ഞാൽ കൺസോളിഡേഷൻ പഠിക്കും. അത് കഴിഞ്ഞാൽ എന്തിലേക്ക് പഠിക്കും? ഇന്റർപ്രിട്ടേഷൻ. അണ്ടർസ്റ്റുഡ്? അങ്ങനെയായിരിക്കും നമ്മളുടെ സിലബസ് പോകുന്നത്. സിംഗിൾ എൻറ്റിറ്റി പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ കൺസോളിഡേഷൻ സിമ്പിൾ, വെരി ഈസി. അണ്ടർസ്റ്റുഡ്? ഇത്തരം കാര്യങ്ങളാണ് ഉള്ളത്. ഇത് ഓരോ ചാപ്റ്ററും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്റെ മെത്തഡ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലെൻഡഡ് ആണ്. ഓക്കെ, ഐ ഓൾവേസ് വാണ്ട് സ്റ്റുഡൻസ് ടു ഗെറ്റ് 2 things. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പഠിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് അത് എന്നാലും കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ. മലയാളം. പക്ഷെ എക്സാം ഇസ് ഇൻ ഇംഗ്ലീഷ്. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് when you read what they are talking about. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിന്റെ കമാൻഡ് കൂടുതൽ ഉണ്ടാവും. എന്നാലും നിങ്ങൾക്ക് അതിനനുസരിച്ച് ബെറ്റർ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എന്റെ റെക്കോർഡിങ്സ് എല്ലാം നിങ്ങൾക്ക് ഇന്ന് തന്നെ ഫസ്റ്റ് ഡേയിൽ തന്നെ നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാവും. എന്നിട്ട് ചില ടോപ്പിക്സ്, ചെറിയ മൈനർ ടോപ്പിക്സ് ഉണ്ടാവും. ഞാൻ പ്രീ വാച്ച് ചെയ്യാൻ പറയും. പ്രീ വാച്ച് അതിന്റെ അർത്ഥം നമ്മൾ ഓഫ്ലൈനിൽ സ്കിപ്പ് ചെയ്യുന്നതല്ല. മനസ്സിലാവുന്നുണ്ടോ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ടോപ്പിക് ഇപ്പൊ റവന്യൂവിന്റെ ഒരു പാർട്ട് മാത്രം കാണാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ടാ? അപ്പൊ എനിക്ക് ക്ലാസ്സിൽ വരുമ്പോൾ റവന്യൂവിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഞാൻ എന്ത് വേണം? ബേസിന്ന് തുടങ്ങണം. മനസ്സിലാവുന്നുണ്ടോ? ടൈം വേസ്റ്റ് അല്ലേ? റൈറ്റ്? ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ റെക്കോർഡിങ്സ് ഫുൾ ഉണ്ടാവും. പക്ഷെ ഓഫ്ലൈനിൽ നമ്മൾ എന്താ ഫോക്കസ് ചെയ്യുന്നത്? 70% ഓഫ്ലൈൻ ഇസ് ഫോർ യുവർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, 30% is for your teaching. Right? ഇരുന്ന് നമ്മൾ റിവിഷൻ കിറ്റ് ഓരോന്നായി ക്വസ്റ്റ്യൻസ് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും. എല്ലാ ക്വസ്റ്റ്യൻസും ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും. അത് കഴിഞ്ഞ് ഈ സ്റ്റഡി അപ്പ് ക്വസ്റ്റ്യൻസ് ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും. മോക്ക് എക്സാംസ്, പാസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മൊത്തം ഇരുന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ഫോക്കസ് മോർ ഓൺ ദ ക്വസ്റ്റ്യൻസ്, ഫോക്കസ് ലെസ് ഓൺ ദ ലേണിങ്സ്. നോളജ് എന്തായാലും റെക്കോർഡിംഗ് കണ്ടിട്ട് നീ വരുമ്പോൾ രണ്ടാമത് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എനിക്ക് 2 തവണ അത് മനസ്സിൽ കയറും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീട്ടിൽ പോയിട്ട് കണ്ടിട്ട് വരിക. നെക്സ്റ്റ് ഡേ എന്ത് പറ്റും? ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വൃത്തിക്കത് മനസ്സിലാവും. ഇപ്പൊ ഒരു സിനിമ 2 തവണ കാണുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടത്തില്ലേ? ചില മിസ്സായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും അല്ലെ? അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ചിലത് കണ്ടിട്ട് വരിക. ആദ്യത്തെ 2 ചാപ്റ്റർ ഞാൻ കേടത്തില്ല. ആദ്യത്തെ 2 ചാപ്റ്റർ ബിക്കോസ് വേസ്റ്റ് ഓഫ് ടൈം. ഓക്കെ, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ റെക്കോർഡിംഗ് ഓൾറെഡി കയ്യിലുണ്ട്. അത് രണ്ടും കണ്ടിട്ട് നെക്സ്റ്റ് ഡേ വരിക. ഫസ്റ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ടാൻജിബിൾ നോൺ കറന്റ് അസറ്റ്സിനെ കുറിച്ചാണ്. അണ്ടർസ്റ്റുഡ്? യാ. ചില ഹോംവർക്സ് ആയിട്ട് ഇതും കൂടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹോംവർക്ക് ആയിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ്. ഇനി അടുത്തത് എന്താ? ഓക്കെ, ക്ലിയർ അല്ലേ? എവറിത്തിങ് ഇസ് ക്ലിയർ? എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ല. ഇനി BPPയുടെ ടെക്സ്റ്റ് ബുക്ക് എന്തുകൊണ്ട് ഞാൻ യൂസ് ചെയ്യും, അല്ലെങ്കിൽ റിവിഷൻ കിറ്റ് എന്തുകൊണ്ട് യൂസ് ചെയ്യും? BPPയുടെ ടെക്സ്റ്റ് ബുക്സ് ആർ മോർ കൺഫൈൻഡ്. ഇപ്പൊ ഇതിൽ നീ ഒരു ചാപ്റ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ,
റവന്യൂ എന്നൊരു ചാപ്റ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് അവർ കൺസൈസ് ചെയ്തിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. കണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? എല്ലാം കൺസൈസ് ചെയ്തിട്ടാണ് കുറച്ച് കുറച്ചായിട്ട് അവർ പ്രസന്റ് ചെയ്യുള്ളൂ. BPP മോർ ആക്ടിവിറ്റി ബേസ്ഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആക്ടിവിറ്റി അപ്പൊ തന്നെ ചെയ്യുക. ആ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ കൂടുതൽ ക്വസ്റ്റ്യൻസ് BPP ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആയിട്ടാണ് വരുന്നത്. BPP എൻറ്റയർ ആക്ടിവിറ്റീസ് ആർ ഇന്റർലിങ്ക്. എല്ലാ ആക്ടിവിറ്റിയുടെ ചാപ്റ്റേഴ്സും ഇന്റർലിങ്ക് ആണ്. കപ്ലാനിലെ ഓരോ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ചുമ്മാ ഇലസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കുറച്ചായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മനസ്സിലാവും കപ്ലാൻ? അതാണ് വ്യത്യാസം. കപ്ലാനിൽ എന്താ വെച്ചാൽ ഒരു ചെറിയ ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഇലസ്ട്രേഷൻ ഉണ്ട്. അങ്ങനെ കുറെ ഇലസ്ട്രേഷൻസ് കുറെ കപ്ലാന്റെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. ഇത് തന്നെ BPP-യിലും ഉണ്ട്. എവിടെയുണ്ട് BPP-നകത്ത്? BPP-യുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ ഫർദർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഓരോ ചാപ്റ്റേഴ്സിന്റെയും ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓരോ ചാപ്റ്ററിന്റെയും ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇതൊക്കെ ചെയ്യണം. ഇത് ആര് ചെയ്യാനാണ്? സ്റ്റുഡൻസ്. അണ്ടർസ്റ്റുഡ്? കാരണം ഇതെല്ലാം കുറച്ചും കൂടി ഈസിയർ ക്വസ്റ്റ്യൻസ് ആണ്. ആ കോൺസെപ്റ്റ്സ് മനസ്സിലായോ എന്നുള്ള ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഫർദർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടി. ഇനി BPP-യുടെ റിവിഷൻ കിറ്റ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് റിവിഷൻ കിറ്റ്. എന്തുകൊണ്ടാണ് ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്ക്. ഈ ക്വസ്റ്റ്യൻ തന്നിട്ടില്ലേ, ഹൗ ഡസ് കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് വർക്ക്? ഓക്കെ, ഇപ്പൊ നീ ഇതിൽ ഈ ഓപ്ഷൻ എടുത്തു, ഇതിവിടെ വെറുതെ ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, കറക്റ്റ് ആണോ തെറ്റാണോ എന്ന് എഴുതി നിനക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ കിട്ടും. ഇതെവിടെയാണ് നമ്മൾ കണ്ടേക്കുന്നത്? നമ്മളുടെ എക്സാമിനേഷൻ. മനസ്സിലാവുന്നുണ്ടോ? എക്സാമിനേഷൻ ഇതുപോലെയല്ലേ, ഇത് കൊടുത്തിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ നമ്മൾ അവസാനം എക്സാം സബ്മിറ്റ് ചെയ്യും അല്ലെ? അതേപോലെ തന്നെയാണ് ഇവിടെ. മനസ്സിലാവുന്നുണ്ടോ? നീ ഒന്നും സബ്മിറ്റ് ചെയ്യാതെ നിനക്ക് ആൻസർ കാണാം, പക്ഷെ അതെന്തായിട്ട് വരും? ഇൻകറക്റ്റ് ആയിട്ട് വരും. പക്ഷെ നീ സബ്മിറ്റ് ബട്ടൺ കൊടുത്താൽ മാത്രമേ നിനക്ക് എന്ത് കിട്ടുള്ളൂ? ആൻസർ കിട്ടുള്ളൂ. അപ്പൊ നീ റിവിഷൻ കിറ്റില് ആൻസറിലേക്ക് തിരിഞ്ഞു പോകണ്ട. ആൻസർ ഇവിടെ തന്നെ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ നിന്നെ പ്രേരിപ്പിക്കുകയാണ് അവര് എന്തിനു? അറ്റംപ്റ്റ് ചെയ്യാൻ അവർ ദേ ആർ ആസ്കിങ് യു ടു ഡു ഇറ്റ്. അണ്ടർസ്റ്റാൻഡ്? ഇനി ഇത് കണ്ടോ, ഇങ്ങനത്തെ ഡ്രോപ്പ് ഡൗൺ ക്വസ്റ്റ്യൻസും വരാം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കണ്ടോ, ഇതൊക്കെ സെക്ഷൻ എ ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെ ഡ്രോപ്പ് ഡൗൺ ചെയ്യാനും വരും. മനസ്സിലായോ? ഇതിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എത്ര നമ്മൾ ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. മനസ്സിലാവുണ്ടോ? എന്നിട്ട് അത് സബ്മിറ്റ് കൊടുക്കുക. എന്നിട്ടായിരിക്കും അതിന്റെ കാൽക്കുലേഷൻ വരും. അപ്പൊ നമ്മൾ റഫ് ഷീറ്റിൽ കാൽക്കുലേഷൻ ചെയ്തിട്ട് നമ്മൾ ഇത് ചെയ്യണം. ഓക്കെ, അത് കൂടാതെ there are other questions also. ഞാൻ ഇൻപുട്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞില്ലേ, ഇത് കണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം ആൻസർ. സോ എത്രയാണ് ആൻസർ? എൻറ്റർ യുവർ ആൻസർ ഇൻ നിയറസ്റ്റ് ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1500 ഇങ്ങനെ കൊടുക്കണം. സബ്മിറ്റ് കൊടുക്കാം, അത് ആൻസർ പറയും. സോ എത്രയാണ് നമ്മുടെ നിയറസ്റ്റ് ഹോൾ നമ്പർ? 37250. കണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? ഇത് ഞാൻ ചുമ്മാ ആൻസർ കാണാൻ വേണ്ടി അടിച്ചതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ അകത്ത് കയറിയിട്ട് ഓക്കെ 37,250 ഓക്കെ എന്ന് എഴുതണം എന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? കോമ ഇടേണ്ട ആവശ്യമില്ല. ഈവൺ ഇഫ് യു റൈറ്റ് 37,250 കറക്റ്റ് ആൻസർ കിട്ടും. കോമ ഡോട്ട് അതിനൊന്നും ഡെസിമൽസിന് പ്രസക്തി ഉണ്ട്, പക്ഷെ കോമയ്ക്ക് പ്രസക്തി ഇല്ല. സോ കോമ ഇടണ്ട. ഓക്കെ, ചിലതില് എന്താ പറയാ, നിയറസ്റ്റ് ഹോൾ നമ്പർ ഞാൻ വേറെ കാണിച്ചു തരാം. നിയറസ്റ്റ് തൗസൻഡ്സ് ഇത് കണ്ടോ, നിയറസ്റ്റ് തൗസൻഡ്സ്. സോ 1.5 മില്യൺ ആണെങ്കിൽ 1500 എന്ന് എഴുതാം. ഇഫ് യുവർ ആൻസർ ഇസ് 1.5 മില്യൺ, 1.5 മില്യൺ ഡിവൈഡഡ് ബൈ 1000 എത്രയായി? 1500. റൈറ്റ്? സോ ഐ വിൽ എക്സ്പ്ലെയിൻ ദാറ്റ് അഗൈൻ. സോ ഇപ്പൊ നമുക്ക് ഇത് ഇവിടെ കിട്ടുന്ന ആൻസർ ഇസ് 1.5 മില്യൺ ആണെന്ന് ഇരിക്കട്ടെ. സോ ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 1500 ഇങ്ങനെയാണെന്ന് കിട്ടട്ടെ. ഡിവൈഡഡ് ബൈ 1000 എത്രയാ? 1500. അതായിരിക്കണം നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ നോക്കിയേ, ചുമ്മാ ഞാൻ കാണിച്ചു തരാം. 1500 എന്താണ് എഴുതുന്നത്? കണ്ടോ, 12,500. മനസ്സിലാവുണ്ടോ? ഇവരെവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഇത് കണ്ടോ, ട്രയൽ ബാലൻസ് ഷോസ് എ കോസ്റ്റ് ഓഫ് 30 മില്യൺ. ദിസ് ഷോസ് എ കോസ്റ്റ് ഓഫ് 12 മില്യൺ. കറക്റ്റ്? കോസ്റ്റ് 16 മില്യൺ. അവർ 16, 15, 000 ആയിട്ടാണോ എഴുതിയിരിക്കുന്നത്? ഇങ്ങനെയാണോ എഴുതിയത് അവര്? 000 ഇങ്ങനെയാണോ എഴുതിയത്? ദാറ്റ് ഇസ് 15 മില്യൺ അല്ല. അവരെന്താ ചെയ്തത്? 15,000 എന്നാണ് എഴുതിയത്. എന്നിട്ട് ആൻസർ ഇസ് 12,500. Is it 12,500? No, technically it is 12.5 million.
പക്ഷെ അവർ ഇൻപുട്ട് ചെയ്ത് എത്രയാ 12,500. സോ ഈ പെർട്ടിക്കുലർ ഈ ബ്രാക്കറ്റ് ശ്രദ്ധിക്കണം, പല പിള്ളേരും ശ്രദ്ധിക്കാറില്ല. കുട്ടികൾ കോമൺ ആയിട്ട് ഇവിടെ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഇവിടെ ഇങ്ങനെ 30 മില്യൺ ഇങ്ങനെ കൊടുത്തിട്ടില്ലേ, 12 എന്ന് കൊടുത്തിട്ടില്ലേ, അവരെന്ത് ചെയ്യുന്നറിയോ? 12.5 എന്ന് എഴുതും. മനസ്സിലായ? 12.5 എന്ന് എഴുതുമ്പോൾ എന്ത് പറ്റും? ലുക്ക് അറ്റ് ഹിയർ, ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നീ ഇവിടെ 12.5 എന്ന് എഴുതിയാൽ എന്ത് പറ്റും? 12.5 സബ്മിറ്റ്. എന്താ പറ്റുന്നത്? Even though your calculation is correct, your answer is incorrect. Why? Because you inputted wrong answer. So തികച്ചും സില്ലി എറേഴ്സ് കാരണം പിള്ളേര് മിസ്റ്റേക്ക് ചെയ്യാറ്. അണ്ടർസ്റ്റുഡ്? ഇനി BPPയുടെ അനദർ സൂപ്പർ ഫീച്ചർ ഞാൻ പറഞ്ഞുതരാം, കാണിച്ചുതരാം. ഓക്കെ, ഇതൊരു സെക്ഷൻ സി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സെക്ഷൻ സി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യന്റെ പ്രിപ്പറേറ്ററി ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു ലോഞ്ച് CD സോഫ്റ്റ്വെയർ കണ്ടോ? അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താ സാധനം? ഇതാണ് നമ്മളുടെ ACCAയുടെ എക്സാമിനിങ് സോഫ്റ്റ്വെയർ. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇതിങ്ങനെ മാറ്റി വെക്കുക. കണ്ടോ? അപ്പൊ ഇവിടെ എക്സൽ ഷീറ്റ് കിട്ടും. ഈ ചെയ്യുന്ന ക്വസ്റ്റ്യനിന്റെ ആൻസർ നമുക്ക് എവിടെ ടൈപ്പ് ചെയ്യാം? ഇതിന്റെ അകത്ത് ടൈപ്പ് ചെയ്യാം. അപ്പൊ താൻ വേറെ ഒരു സോഫ്റ്റ്വെയറോ ഒന്നും യൂസ് ചെയ്യണ്ട. എക്സലോ തന്റെ ഡെസ്ക്ടോപ്പിലുള്ള എക്സലോ ഒന്നും യൂസ് ചെയ്യണ്ട. എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഇത് യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഇത് എന്റെ എക്സാം കൊടുത്തു കഴിഞ്ഞാൽ തനിക്ക് വേണമെങ്കിൽ അത് എനിക്ക് ഒന്ന് PDF ആക്കാൻ പറ്റും. കണ്ടോ? നോക്കിക്കോ, എനിക്കിപ്പോ ഒരു PDF ആക്കിയിട്ട് എനിക്കത് ഡൗൺലോഡ് ചെയ്ത് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അണ്ടർസ്റ്റുഡ്? ബ്യൂട്ടിഫുൾ ഫീച്ചർ. കാരണം പിള്ളേർക്ക് വേറെ എവിടെയും പോകും. ഡയറക്ട്ലി ഈ ലിങ്കിന് വേണ്ടിയിട്ട് തനിക്ക് സംഭവം ചെയ്യാം. ഇനി തനിക്ക് ആൻസർ കാണണം, കറക്റ്റ് ചെയ്യണ്ടേ? സൊല്യൂഷൻ ചെക്ക് ചെയ്താൽ മതി, അതിന്റെ അടിയിൽ തന്നെ സൊല്യൂഷൻ വരും. മനസ്സിലാവുന്നതാ? ആൻഡ് സംതിങ് സ്റ്റുഡൻസ് ഡസൻ ഫോക്കസ്. സ്റ്റുഡന്റ് ഫോക്കസ് ചെയ്യാത്തൊരു സാധനമുണ്ട്. എന്ത് സാധനമാണെന്നറിയോ? ഈ സാധനം. ACC എങ്ങനെയാണ് മാർക്ക് ചെയ്യണത്? എക്സാക്ട്ലി അതേ രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കോസ്റ്റ് ഓഫ് സെയിൽസ് കറക്റ്റ് ആയാൽ യു വിൽ ഗെറ്റ്, റവന്യൂ എമൗണ്ട് കറക്റ്റ് ആയാൽ യു വിൽ ഗെറ്റ് 0.5 മാർക്ക്. കോസ്റ്റ് ഓഫ് സെയിൽസ് കറക്റ്റ് ആയ എത്ര മാർക്ക് കിട്ടും? 3 മാർക്ക് കിട്ടും. ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ഓഫ് 0.5, 1.5, 1. അപ്പൊ താൻ കറക്റ്റ് ചെയ്യുമ്പോൾ തന്റെ കോസ്റ്റ് ഓഫ് സെയിൽസ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ യു കനോട്ട് ഗിവ് 5 മാർക്സ്. ഹൗ മച്ച് മാർക്ക് യു ക്യാൻ ഗിവ്? 3 മാർക്സ്. പക്ഷേ തന്റെ റവന്യൂ തെറ്റി, ഹൗ മച്ച് മാർക്സ് യു വിൽ യു ലൂസ്? 0.5 മാർക്സ്. തന്റെ ഗ്രോസ് പ്രോഫിറ്റ് തെറ്റും, റവന്യൂ തെറ്റാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് തെറ്റും, നെറ്റ് പ്രോഫിറ്റ് തെറ്റും. പക്ഷേ കുഴപ്പമില്ല, കോസ്റ്റ് ഓഫ് സെയിൽ കറക്റ്റ് ആണെങ്കിൽ 3 മാർക്ക് കിട്ടും, 0.5 പോകത്തുള്ളൂ. അപ്പൊ എനി ടൈം യു പ്രിപ്പയർ എ സെക്ഷൻ സി ക്വസ്റ്റ്യൻ, ഈ ബേസിസിലാണ് ആൻസർ ചെയ്യേണ്ടത്. യു ഷുഡ് ലുക്ക് അറ്റ് ദിസ് കമ്പാരിറ്റീവ് ദിസ് പെർട്ടിക്കുലർ ആൻസർ ഷീറ്റ് ആൻഡ് ഗിവ് യുവർ സെൽഫ് മാർക്സ്. എങ്കിലേ മനസ്സിലാവുള്ളൂ എവിടെ ഇതിനകത്ത് എവിടെ നമ്മൾ തെറ്റുവരുത്തി. മനസ്സിലാവണ്ട? ക്ലിയർ? That is the beauty of this particular approach. Understood? Any questions? Okay? Yeah. All right? Okay. So, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത് for this first day. More or less, ultimately, ഞാൻ പറഞ്ഞതെല്ലാം ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യാം. നമ്മൾ പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ പഠിക്കുന്നത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. നമ്മളുടെ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ്, ബിസിനസ്സിൽ വരുന്ന ഡേ ടു ഡേ ട്രാൻസാക്ഷൻസിനെ 5 സ്റ്റേറ്റ്മെന്റ്സിൽ എങ്ങനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യും, അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിട്ടുള്ള IASB പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിട്ടുള്ള IFRS യൂസ് ചെയ്ത് എങ്ങനെ നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യും, അതാണ് നമ്മൾ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പഠിക്കുന്നത്. ഓക്കെ, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് കൺസിസ്റ്റ് ഓഫ് പ്രൈമറിലി 4 സിലബസസ്. One is an employability syllabus which the lecturer will help you to gain that knowledge, relevant knowledge. ഈ 4 സിലബസസിൽ ആദ്യത്തെ സിലബസ് എന്ന് പറയുന്നത് ചുമ്മാ ബേസിക് ആണ്, അതിന്റെ കോൺസെപ്ഷൻ ഫ്രെയിംവർക്കും ആണ്. രണ്ടാമത്തെ സിലബസ് എന്ന് പറയുന്നത് എന്താ പറയാ, പ്രിപ്പറേഷൻ ആണ്, സോറി സ്റ്റാൻഡേർഡ്സ് ലേണിംഗ് ആണ്. മൂന്നാമത് എന്ന് പറയുന്നത് അനലിറ്റിക്സ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അനലൈസ് ചെയ്യാൻ. നാലാമത് എന്ന് പറയുന്നത് പ്രിപ്പറേഷനും വേണ്ടിയിട്ടാണ്. ഓക്കെ, എക്സാംസ് വരുന്നത് 100 മാർക്കിന് 60 മാർക്ക് സെക്ഷൻ A and B ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്. പക്ഷേ നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പോലെ അല്ല, മൾട്ടിപ്പിൾ സെലക്ഷൻസ് ഉണ്ടാവും, ഇൻപുട്ട് ബേസ്ഡും ഉണ്ടാവും. സെക്ഷൻ സിയിലേക്ക് വരുന്ന എന്താ? സെക്ഷൻ സിയിൽ 40 മാർക്സിനാണ് വരുന്നത്. 2 സിനാരിയോ തരും. 2 സിനാരിയോ 40 മാർക്ക്, 20 മാർക്സ് ഈച്ച്, അല്ലെങ്കിൽ 25, 15 എന്നും വരാം.
ഈ 20 മാർക്സ് ഈച്ചിലേക്ക് വരുന്ന ഈ പെർട്ടിക്കുലർ സാധനം ഒരു ക്വസ്റ്റ്യൻ 99% എന്തായിരിക്കും? 99% ഒരു ക്വസ്റ്റ്യൻ സിനാരിയോയിൽ ഏതായിരിക്കും? സിനാരിയോ സെക്ഷൻ സിയില് റേഷ്യോ അനാലിസിസ്. 99%ഉം ഒരു സിനാരിയോ റേഷ്യോസ് ആവാനുള്ള ചാൻസസ് ആർ വെരി ഹൈ. അപ്പൊ രണ്ടാമത്തെ സിനാരിയോ ഏതായിരിക്കാം? കൺസോളിഡേഷനോ PNLോ സിംഗിൾ എൻറ്റിറ്റി. ഓക്കെ, നാളെ ഇനിയിപ്പോ നാളെയും മറ്റന്നാളും 20th, 21st, 22nd. ഓക്കെ, പറ്റുമെങ്കിൽ 21st ഞാൻ നോക്കിയിട്ട് ഞാൻ ചിലപ്പോൾ 23rd ഇല്ല, 23rd ഞാൻ ഉണ്ടാവില്ല, 21st ഈ 3 ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചാപ്റ്റർ തീർക്കും? നോൺ കറണ്ട് അസറ്റ്സ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഇത് രണ്ടും നമ്മൾ തീർത്തിരിക്കും. അണ്ടർസ്റ്റുഡ്? നാളെ ടാഞ്ചിബിൾ നോൺ കറണ്ട് അസറ്റ്സും അടുത്ത ദിവസം ഇൻടാഞ്ചിബിൾ അസറ്റ്സും ലാപ്പ് കൊണ്ടുവരണം. കാരണം എന്തുകൊണ്ടാ? റിവിഷൻ കിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയല്ലേ പ്രാക്ടീസ് ചെയ്യേണ്ടത്. നോ ടച്ച് പെൻ ആൻഡ് പേപ്പർ. പെൻ ആൻഡ് പേപ്പർ ബാൻഡ് ആണ് ഇവിടെ. അത് തന്റെ ലെക്ചർ നോട്ട്സോ എന്തെങ്കിലുമൊക്കെ നോട്ട്സ് താൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഹോംവർക്ക് പറയണത് വേണമെങ്കിൽ എഴുതിയെടുക്കാനായിട്ട് അതിനും ആവശ്യമില്ല. പക്ഷെ എങ്കിൽ പോലും ടെക്നോളജി യൂസ് ചെയ്യും. ലാപ്ടോപ്പ് കൊണ്ടുവരും, ലാപ്ടോപ്പ് ക്യാരി ചെയ്യുക, നോട്ട്സ് ഒക്കെ അതിൽ എഴുതാൻ നോക്ക്. ബിക്കോസ് മോർ യു യൂസ് ടു ദിസ് കമ്പ്യൂട്ടർ ബെറ്റർ വിൽ ബി ദിസ്. എല്ലാ ദിവസവും 1/2 മണിക്കൂർ ഞാൻ എനിക്കൊരു നാളെ തൊട്ട് ഞാൻ എനിക്കൊരു ടൈപ്പിംഗ് പ്രാക്ടീസും ചെയ്യാം. ഒരു ഗെയിം തന്നെ ഉണ്ട്, ഞാനത് കാണിച്ചു തരാം ടൈപ്പിങ്ങിന് വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ഡെയിലി ഒരു 1/2 hour, 15 to 20 minutes ഇവിടെ ഇരുന്ന് തന്നെ പ്രാക്ടീസ് ചെയ്താൽ മതി. നന്നായിട്ട് ടൈപ്പിംഗ് സ്പീഡ് ഇംപ്രൂവ് ആവും. ഓക്കെ, ആൻഡ് എക്സാക്ട് മെത്തേഡ് ഓഫ് ടൈപ്പിംഗ് കിട്ടും. മനസ്സിലാവുക? അത് കൂടാതെ എക്സലിന്റെ എൻ്റെ ഒരു ക്ലാസ് ഉണ്ട്, അത് ഞാൻ എനിക്ക് എൻറോൾ ചെയ്ത് തരാം. എക്സലും കാണണം, 100 രൂപയുള്ളൂ, അത് ഞാൻ ഫ്രീ ആയിട്ട് എൻറോൾ ചെയ്ത് തരാം. ഓക്കെ, അത് എന്തിനാണ് ഞാനത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വോണ്ട് സ്റ്റുഡൻസ് ടു ഗെറ്റ് യൂസ് ടു ടെക്നോളജി. എന്നാലേ അവരുടെ എംപ്ലോയ്മെന്റ് സ്കില്ല് കൂടുതൽ. അണ്ടർസ്റ്റുഡ്? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണുള്ളത്. സോ നാളെ മുതൽ ഫസ്റ്റ് ടുമോറോ വി ആർ ഗോണ സ്റ്റാർട്ട് ടാഞ്ചിബിൾ നോൺ കറന്റ് അസറ്റ്സ്. ഡേ ആഫ്റ്റർ ടുമോറോ ഇറ്റ് വിൽ ബി ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. 2 chapters will be done. ക്വസ്റ്റ്യൻസ് നമ്മൾ അതിന്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യും. താൻ ഇരുന്ന് ഇത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. ഒരു 1/2 hour to 45 minutes will practice the questions. And at the same time അത് കഴിഞ്ഞാൽ അതിന്റെ റിവിഷൻ കിറ്റ് ക്വസ്റ്റ്യൻസ്, സെക്ഷൻ എ ക്വസ്റ്റ്യൻസ് എല്ലാ ആപ്പിനകത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ ഇതിന് ചെയ്തിട്ടുണ്ട്. അത് സെക്ഷൻ ബി ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിഡോമിനന്റ്ലി ഫോക്കസ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ റെക്കോർഡിങ്സ് നാളെ ടാഞ്ചിബിൾ അസറ്റ്സ് കഴിഞ്ഞാൽ അതിന്റെ തന്നെ റെക്കോർഡിങ്സ് വീണ്ടും ഇരുന്ന് കേൾക്കേണ്ടി വരും. കാരണം ഐ വോണ്ട് യു ടു ഗെറ്റ് യൂസ് ടു ദ റെക്കോർഡിങ്സ് ഓൾസോ. കാരണം ഇംഗ്ലീഷിലാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഞാൻ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ പഠിപ്പിക്കുമ്പോൾ what will happen, you will be well versed with the language. More you are well versed with the language, it will help you to write very well. ഏറ്റവും കൂടുതലായിട്ട് സ്റ്റുഡൻസിന് AAA അല്ലെങ്കിൽ AA ഇതുപോലത്തെ സബ്ജക്ട്സിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തത് അവർ പറയുന്ന കാര്യം ഇംഗ്ലീഷിൽ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. If you want to explain that very well, you have to get used to that language. Understood? Okay. Sure. With that, we'll conclude the class for today. Any questions or anything? Okay. All right. Thank you.